മർത്തമാസഭയുടെ പരമാധ്യക്ഷനായ അഭിവന്യ തിയഡോഷ്യസ് വലിയ മെത്രാപ്പൊലീത്ത, മർത്തമാസഭയുടെ സഫ്രജൻ മെത്രാപ്പൊലീത്തയായ ബർണബാസ് തിരുമേനി, ഇവിടെ സന്നിഹിതരായ വന്യ വൈദികരെ, ഈ വിവിധ പള്ളികളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്ന വിശ്വാസികളെ, പ്രിയപ്പെട്ട പ്രസ്, മറ്റ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമോവാകം. ഇതുപോലെ അനുസ്മരണ സമ്മേളനത്തിൽ വന്ന് പ്രസംഗിക്കുന്നത് വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. മഹാന്മാരായ യശസ്വരീരായ വ്യക്തികളെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ അത് അനുസ്മരിക്കുന്നതിന് എൻസൈക്ലോപീഡിയ ഓഫ് ബയോഗ്രഫീസ് 20,000 പേജുകളായി പബ്ലിഷ് ചെയ്തപ്പം അവരൊരു യാർഡ് സ്റ്റിക്ക് വെച്ചിരുന്നു. മഹാന്മാരെ നമ്മൾ ഓർക്കുമ്പോൾ 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് ഉത്തരം കണ്ടെത്തണം. അപ്പോഴാണ് ഈ വ്യക്തി ആരാണ് എന്ന് മനസ്സിലാവുക. ഒന്ന്, ഈ മഹാൻ ജനിച്ച വളർന്ന ബാല്യവും വിദ്യാഭ്യാസവും എങ്ങനെയായിരുന്നു. 2, നമ്മൾക്ക് കേൾക്കാൻ പറ്റിയ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ മഹാൻ പ്രസംഗിച്ച് നമ്മളെ കേൾപ്പിച്ചിട്ടുള്ളത്. 3, നമുക്ക് വായിക്കാനുള്ള എന്തെല്ലാം ഗ്രന്ഥങ്ങളാണ് ഈ മഹാൻ നമുക്ക് എഴുതി തന്നിട്ടുള്ളത്. 4, നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന എന്തെല്ലാം കർമ്മങ്ങളാണ് ഈ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തത്. 5, നമുക്ക് നെഞ്ചിലേറ്റാൻ പറ്റുന്ന എന്തൊക്കെ ആദർശങ്ങളാണ് ഈ മഹാൻ നമുക്ക് നൽകിയത്. 6, എങ്ങനെയായിരുന്നു ഈ മഹാൻ്റെ അന്ത്യകാലം, മരണവും. ഈ 6 ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഒരു വ്യക്തി ആരായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ എന്ന് മനസ്സിലാക്കാൻ പറ്റുക. അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്തയെ പറ്റി വളരെ ശ്രദ്ധേയമായി നമുക്കറിയാം. അദ്ദേഹം വളരെ പ്രശസ്തമായ മാളിയേക്കൽ കുടുംബത്തിൻ്റെ ഒരു ശാഖയിലാണ് ജനിച്ചത്. തിരുവിതാംകൂറിൻ്റെ കുരുമുളക് ഉൾപ്പെടെയുള്ള സ്പൈസസിൻ്റെ കുത്തകാവകാശം ഉള്ള, അത് തരംതിരിച്ച് വിദേശത്തേക്ക് കയറ്റി അയക്കാൻ തരകസ്ഥാനം നൽകപ്പെട്ട പ്രശസ്തമായ കുടുംബമാണ് മാളിയേക്കൽ കുടുംബം. ആ മാളിയേക്കൽ കുടുംബത്തിൻ്റെ ശാഖയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പുരോഹിതൻ്റെ മകനായി ജനിക്കുന്നു. പക്ഷെ 10 വയസ്സായപ്പോഴേ അച്ഛൻ മരിച്ചുപോയി. അമ്മയുടെയും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണത്തിൽ തിരുമേനി വളർന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലം വളരെ ശ്രദ്ധേയമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അദ്ദേഹം നമ്മളിന്ന് +2 എന്ന് വിളിക്കപ്പെടുന്ന ഇൻ്റർമീഡിയറ്റിന് അദ്ദേഹം റാങ്കോടുകൂടിയാണ് പാസ്സായത്. അദ്ദേഹം മഹാരാജാസ് കോളേജ് പഠിക്കാൻ പോയി. BSc മാത്സിലാണ് അദ്ദേഹം 2nd റാങ്കോടുകൂടി പാസ്സായത്. ആ കണക്ക് അദ്ദേഹത്തിന് വളരെ തറവായിരുന്നു. സംസാരിച്ചു തുടങ്ങുമ്പോൾ മർത്തമായിലൊരു അച്ഛൻ വന്ന ഇടവകയുടെ കാര്യം പറയുമ്പോഴേ ആ ഇടവകയിൽ എത്ര വിശ്വാസികളുണ്ട്, കഴിഞ്ഞ ബഡ്ജറ്റ് എത്രയായിരുന്നു, തിരുമേനിക്ക് നല്ല കൃത്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ തിരുമേനിയുടെ ആ മാത്സിലുള്ള കഴിവ് അപാര കഴിവായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കാൻ നേരം അതേ ന്യൂയോർക്കിൽ പോയി സെക്രട്ടറി തിയോളജി മജിസ്ട്രേറ്റ് ശ്രദ്ധേയമായ രീതിയിൽ പാസ്സായി. അത് കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുക്കാൻ പോയപ്പോഴോ പ്രസിദ്ധമായ കെന്നഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ഹാർട്ട്ഫോർഡിൽ പോയി അദ്ദേഹം PhD എടുത്തു. വളരെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ കാലവും ബാല്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വരുവാനിരിക്കുന്ന മഹാൻ്റെ മഹത്വം വളരെ ചെറുപ്പത്തിലേ നമുക്ക് മനസ്സിലായി വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യ പാഠമാണ്. രണ്ടാമതായി, മഹാൻ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ എന്തെല്ലാം കാര്യമാണ് പറഞ്ഞത്. ചില മഹാന്മാർ പ്രസംഗിക്കുകയുള്ളൂ, ഒന്നും എഴുതത്തില്ല. യേശുക്രിസ്തു പ്രസംഗിച്ച് ഒന്നും എഴുതിയില്ല. സോക്രട്ടീസ് പ്രസംഗിച്ച് ഒന്നും എഴുതിയില്ല. ബുദ്ധഭഗവാൻ പ്രസംഗിച്ച് ഒന്നും എഴുതിയിട്ടില്ല. മഹാന്മാർ പ്രസംഗിക്കുന്നത് മറ്റുള്ളവരൊക്കെ റെക്കോർഡ് ചെയ്ത് നമുക്ക് തരും. അത് വായിക്കുമ്പോഴാണ് ഈ മഹാൻ എന്താണ് പ്രസംഗിച്ചത് എന്ന് മനസ്സിലാവുക. എനിക്ക് തിരുവേനോടൊപ്പം പല മീറ്റിങ്ങിൽ പ്രസംഗിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മാരാമൺ കൺവെൻഷന് എന്നെ ആദ്യമായി പ്രസംഗിക്കാൻ വിളിക്കുന്നത് അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്തയാണ്. പേരുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാര്യം അദ്ദേഹം ജനിച്ചത് ചാണ്ടി എന്ന പേരോടുകൂടിയാണ്. ചാണ്ടി എന്ന് പറയുന്ന അലക്സാണ്ടർ എന്ന വാക്കിന് മലയാളമാണ്. അലക്സാണ്ടറെ അലച്ചാണ്ടി എന്നാക്കി അവസാനം ചാണ്ടി എന്നാക്കി മാറ്റിക്കളഞ്ഞു. അങ്ങനെ അലക്സാണ്ടർ ചാണ്ടിയാവുന്നു. പക്ഷെ അദ്ദേഹം മെത്രാനായപ്പം ഒറിജിനൽ പേരെടുത്തു. അലക്സാണ്ടർ എന്നുള്ള ചാണ്ടിയുടെ ഒറിജിനൽ ഗ്രീക്ക് പേരെടുത്തിട്ടാണ് അലക്സാണ്ടർ നാമധാരിയായി അദ്ദേഹം തിരുമേനിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗ ശൈലി വളരെ ആകർഷകമായി എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാണ്. കാരണം വേദപുസ്തകത്തിൽ ഒരു വാചകം അത് എടുത്ത ശേഷം അതിനെ തിയോളജിയിലും ഫിലോസഫിയിലും വ്യാഖ്യാനിച്ച് കഴിഞ്ഞ് ആ ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ അനുസരണമായി അദ്ദേഹത്തിനെ വ്യാഖ്യാനിക്കും. അടൂർ മർത്തോമ യുവജന സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്ന മീറ്റിങ്ങിൽ എന്നെ വിളിച്ചിരുന്നു. തിരുമേനി അവിടെ ചെയ്തൊരു പ്രസംഗം യൂത്തിന് മനസ്സിലാവാൻ പറ്റിയ ശ്രദ്ധേയമായ ഒരു പ്രസംഗമായിരുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു പ്രസംഗം. തിരുവനന്തപുരത്ത് എക്യൂമെനിക്കൽ മീറ്റിംഗ് നടന്നു. ഞാനന്ന് DIG ആണ്. 1996 തിരുമേനി വാർദ്ധക്യമായി. പക്ഷേ തിരുമേനി ആ മീറ്റിങ്ങിന് വന്നു. അവിടെ അദ്ദേഹം വളരെ ശ്രദ്ധേയമായൊരു പ്രസംഗമാണ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
തിരുമേനിയുടെ PhD ഭഗവത്ഗീതയിലെ വിശ്വദർശനമാണ്. 1948 അദ്ദേഹം തിരുമേനി ഡിഗ്രി എടുക്കുമ്പോൾ 1945 ആറ്റം ബോംബ് വിട്ടു. തിരുമേനി ഒന്നാം ലോകയുദ്ധം തുടങ്ങുന്നതിന് തലേ വർഷമാണ് ജനിച്ചത്, 1913. രണ്ടാം ലോകയുദ്ധം തീരുന്ന വർഷം, ബോംബ് വിട്ട വർഷം ഉണ്ടല്ലോ, ആ വർഷം അദ്ദേഹം ഷമ്മാശനായി. അത് കഴിഞ്ഞ് അദ്ദേഹം അച്ഛനായി. അപ്പോൾ ഈ വരുന്ന വരവിൽ ഈ ആറ്റം ബോംബ് ആദ്യം അങ്ങോട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യണം മെക്സിക്കോയിൽ. എക്സ്പെരിമെൻ്റ് ചെയ്ത ഓപ്പൻഹീമർ ശാസ്ത്രജ്ഞത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ എക്സ്പ്ലോഷൻ ജർമ്മൻ ഭാഷയിലോ ഫ്രഞ്ച് ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹം ജർമ്മനിയിലെ ഇൻഡോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഭഗവത്ഗീത അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ആറ്റം ബോംബ് പൊട്ടിയതിനെ വർണ്ണിക്കുന്നത് ഭഗവത്ഗീതയിലെ വിശ്വദർശനത്തിൻ്റെ ശ്ലോകം വെച്ചിട്ടാണ്. കോടി കോടി സൂര്യപ്രഭ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ ശ്ലോകം. അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ വിശ്വദർശനം, കൃഷ്ണ ഭഗവാന്റെ വിശ്വദർശനം 4 എണ്ണമാണ്. അതിലാദ്യം അമ്മ വളർത്തമ്മയെ യശോദേവി അടിക്കാൻ തുടങ്ങിയ ഉടനെ വാ വിളിച്ച് കാണിച്ച് ഒരു വിശ്വദർശനം കാണിച്ച് യശോദയ്ക്ക് മനസ്സിലായി ഈ കുട്ടി വെറും കുട്ടിയല്ല, ഭഗവാനാണെന്ന് മനസ്സിലായി. രണ്ടാമത് ദുര്യോധനും കർണനും കൂടി അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് അപ്പം ഭഗവാന്റെ വിശ്വരൂപം കാണിച്ച് ദുര്യോധനും ശകുനിയൊക്കെ മലമൂത്ര വിസർജനം ചെയ്തു പോയി, ഭയപ്പെട്ടു പോയി. പക്ഷെ ഭഗവത്ഗീതയിൽ അർജുനൻ പറയുന്നു, അങ്ങ് ഭഗവാനാണ്, എന്നെ ഒന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നീ അത് കാണാനുള്ള കപ്പാസിറ്റി എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ 9 10 അധ്യായങ്ങളിൽ അർജുനനെ ഒരു ലെവൽ ഉയർത്തി. അതിനുശേഷം 11-ാം അധ്യായത്തിലാണ് വിശ്വദർശനം കാണിക്കുന്നത്. അത് കണ്ടപ്പോഴാണ് അർജുനൻ ഈശ്വരൻ ആരാണെന്ന രൂപം മനസ്സിലായത്. 4ാമതൊരു വിശ്വരൂപം കാണിച്ച് അത് ഭീഷ്മർ ശരശയെ കിടക്കുമ്പോഴാണ്. ഭീഷ്മർ ഉത്തരായന കാലത്തെ മരിക്കാൻ പറ്റുള്ളൂ, ഉത്തരായന കാലം കാത്ത് കിടക്കുകയാണ്. അപ്പോൾ മകരസംക്രാന്തിയാണ് ഉത്തരായന കാലം തുടങ്ങുന്നത്. മകരസംക്രാന്തി നിന്ന് രാവിലെ കൃഷ്ണൻ വന്നു ഭീഷ്മരുടെ അടുത്ത്. കണ്ടുടൻ തന്നെ ഭീഷ്മർ പറഞ്ഞു, അല്ലയോ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനാണെന്ന് എനിക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധേയമായ വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയാണ്. അത് കഴിഞ്ഞ് ഭഗവാൻ പറഞ്ഞു, നിന്നെ ഞാൻ വിശ്വരൂപം കാണിക്കുകയാണ്, നീ പൂർണ്ണതയോടുകൂടി ഇഹലോകവാസം വിട്ട് പോകണം. അപ്പോൾ കൃഷ്ണ ഭഗവാന്റെ 4 വിശ്വദർശനം PhD തീസിസ് അദ്ദേഹത്തിൻ്റെ തിരുമേനിയുടെ അതെടുത്ത് തിരുവനന്തപുരത്ത് ആ സമ്മേളനത്തിൽ, സർവ്വമത സമ്മേളനത്തിൽ തിരുമേനിയുടെ പ്രസംഗം, ബിക്കോസ് ഓൾഡ് മാൻ അറ്റ് ദാറ്റ് ടൈം, ഞാൻ ഇപ്പോൾ ഓർത്തിരിക്കുകയാണ്. ആ റെസണൻസുള്ള സ്പീച്ച്, ആ ഗംഭീര സ്പീച്ചാണ്. അങ്ങനെ സാഹചര്യത്തിനനുസരിച്ച് വളരെ ഗംഭീരമായ പ്രസംഗം അദ്ദേഹം ചെയ്യുമായിരുന്നു. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രസംഗ ശൈലിയാണ്. അനാവശ്യമായി ആരെയും പുകഴ്ത്താനോ ആരെയും ഇകഴ്ത്താനോ തിരുമേനി ശ്രമിക്കുകയില്ല. സത്യസന്ധമായി കാര്യങ്ങൾ പറയുന്ന ഒരു പ്രസംഗ ശൈലി അനുകരണീയമായ ഒന്നാണ്. 3ാമതായി, നമുക്ക് വായിച്ചിരിക്കാൻ പറ്റിയ എന്തൊക്കെയാണ് ഈ മഹാൻ എഴുതിയത്. ചില ആളുകളൊന്നും പ്രസംഗിക്കില്ല, എഴുത്ത് മാത്രമേ ഉള്ളൂ. ഷേക്സ്പിയർ എഴുതിയിട്ടേ ഉള്ളൂ, ഒന്നും പ്രസംഗിച്ച് നമ്മൾ കണ്ടിട്ടില്ല. കാളിദാസൻ എഴുതിയതേ ഉള്ളൂ, പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ തിരുമേനി വളരെ ശ്രദ്ധേയമായ ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് PhD തീസിസിൻ്റെ സംഗ്രഹം മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ, ഒറിജിനൽ വായിച്ചിട്ടില്ല. പക്ഷേ ശ്രദ്ധേയമായി ഒരു തീസിസാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം സേക്രഡ് തിയോളജി മജിസ്ട്രേറ്റിൽ ബൈബിൾ തിയോളജിയാണ് പഠിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ PhD തീസിസ് ഹിന്ദു ഫിലോസഫിയാണ്. വളരെ ശ്രദ്ധേയമായി ഹിന്ദു തിയോളജി വെച്ചിട്ട് വിശ്വദർശനത്തെ പറ്റി PhD തീസിസ് എഴുതി. മർത്തോമാ സഭയെപ്പറ്റി അദ്ദേഹം ഒരു പുസ്തകം എഴുതി. മർത്തോമാ സഭ, അതിൻ്റെ കണ്ടൻറ്റും അതിൻ്റെ മിഷനും വ്യക്തമായിക്കൊണ്ടൊരു പുസ്തകം. അതിൻ്റെ ഒരു കോപ്പി എനിക്ക് കിട്ടി. ഞാനത് വായിച്ചു നോക്കുമ്പോഴാണ് ഈ സഭ എന്താണെന്ന് സഭാംഗം അല്ലാത്ത ഒരാൾ മനസ്സിലാക്കാൻ ആ ഒരൊറ്റ പുസ്തകം വായിച്ചാൽ മതി. ആധികാരികമായ ഗ്രന്ഥം. മർത്തോമാ സഭ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, അതിൻ്റെ മിഷൻ എന്താണ്, ഒരച്ഛനും ഒരു സാധാരണ മർത്തോമാക്കാരനും ഒരു സംശയമില്ല പുസ്തകം വായിച്ചാൽ. ഗംഭീര പുസ്തകം. തിരുമേനി ഒരു ആത്മകഥ എഴുതി. ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ തണൽ ഒരു ആത്മകഥ വിവരിക്കുകയാണ്. സഭയുടെ തലവനായിരുന്ന ഒരു പരമാധ്യക്ഷൻ, പക്ഷെ അദ്ദേഹം സ്വന്തമായി ഒരു ക്ലെയിം അതിനകത്തില്ല. സർവശക്തനായ ഈശ്വരൻ്റെ കരുണയുടെ തണൽ എന്നാണ് ആത്മഹത്യക്ക് പേരിട്ടത്. എത്ര ശ്രദ്ധേയമായ ആത്മകഥയാണ് അത്. തിരുവേണ്ടി ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. മർത്തോമാ സഭയുടെ ഇടവകകളിലോട്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ല ക്ലിയറായിട്ട് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ അദ്ദേഹം അത് എഴുതും. ആ ലേഖനങ്ങൾക്കകത്ത് കൃത്യമായി കാണാൻ പറ്റും. അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് ചിന്തനീയമായ എത്രയോ ഗ്രന്ഥങ്ങളും എത്രയോ ലേഖനങ്ങളും അദ്ദേഹം എഴുതി. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ പുസ്തകങ്ങൾ മനുഷ്യന് വായിക്കാനും അറിയാനും പറ്റുന്ന കാര്യമാണ്. 4ാമത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം,
എന്താണ് ഈ മഹാൻ ചെയ്ത കർമ്മ പദ്ധതിയിൽ നമുക്ക് അനുകരണീയമായിട്ടുള്ളത്? അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്ത വലിയൊരു സംഗതിയാണ്. അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡറായിരുന്നു. 12 കൊല്ലം അധ്യാപകനായിരുന്നു, സ്കൂൾ ടീച്ചറായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് മർത്തോമ കോളേജ് സ്ഥാപിക്കണം. മർത്തോമ കോളേജ് സ്ഥാപിക്കാൻ നേരം തിരുമേനിയാണ് അതിൻ്റെ പ്രിൻസിപ്പലായിട്ടിരുന്നത്, ആദ്യത്തെ പ്രിൻസിപ്പൽ. അപ്പോൾ ഒരു പുതിയ കോളേജ് തുടങ്ങുമ്പോൾ ഈ കോളേജ് എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ കർമ്മപദ്ധതി, ഏതൊക്കെ കോഴ്സാണ് എടുക്കേണ്ടത്, വളരെ കൃത്യമായി തിരുമേനി പഠിച്ച് അതനുസരിച്ചിട്ടാണ് അദ്ദേഹം തിരുമേനി പ്രിൻസിപ്പലായത്. മർത്തോമ കോളേജ് ഇന്ന് ഈ വലിയ നിലയിലെത്തിയെങ്കിൽ അതിൻ്റെ തുടക്കം, ഇംഗ്ലീഷിൽ പറയുക തിങ് വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ, വളരെ ഭംഗിയായി തുടങ്ങിയത് കാരണം കോളേജ് വളരെ പ്രശസ്തമായ കോളേജായി മാറി. ഗംഭീരമായിട്ടാണ് അദ്ദേഹം മിഷണറി സ്ഥാപനങ്ങൾ തുടങ്ങി. അദ്ദേഹം തുടങ്ങിയ ന്യൂയോർക്കിലെ മർത്തോമ ചർച്ചിൽ ഞാൻ വീഡിയോയിലൂടെ പ്രസംഗിച്ചിട്ടുണ്ട്. ലണ്ടൻ മർത്തോമ സഭയുടെ ഇടവകയിൽ ഞാൻ വീഡിയോയിലൂടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ പല മർത്തോമ പള്ളികളിലും ഞാൻ അടുത്തെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ എന്നെ ക്ഷണിക്കും, ഞാൻ ആ മർത്തോമ പള്ളിയിൽ പോയി പ്രസംഗിക്കും. അപ്പോൾ ഈ വിശാലമായ ഏരിയയിൽ ഈ സഭയെ വ്യാപരിക്കുമ്പോൾ അതിന് ശ്രദ്ധേയമായ ഒരു അടിത്തറയിടാൻ തിരുമേനി കഴിയുമായിരുന്നു. അങ്ങനെ ആ ഒരു ഇടവകയോടെ നിൽക്കണമെങ്കിൽ അവിടെ വിശ്വാസികൾ ഉണ്ടാവണം. അപ്പോൾ കേരളത്തിൽ നിന്നൊരു വിശ്വാസികൾ അവിടെ ഒന്ന് താമസിക്കണമെങ്കിൽ അവിടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവണം. ആ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ അടുത്താണ് റൂർക്കലയിലെ വലിയ സ്ഥാപനത്തിനടുത്തൊരു മർത്തോമ പള്ളി, ബാംഗ്ലൂരിലെ വലിയ സ്ഥാപനത്തിനടുത്തൊരു മർത്തോമ പള്ളി. അപ്പോൾ ആ സ്ഥലം ഫിക്സ് ചെയ്യുന്ന തിരുമേനി വളരെ കാൽക്കുലേറ്റ് ആയിട്ടാണ്. അങ്ങനെ സ്ഥാപിച്ചിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കി. അടൂര് മർത്തോമ യൂത്ത് സെൻറ്റർ, അന്തർപ്പേർ കുറേ സ്ഥലം വിൽക്കുക. ആ സ്ഥലം വിൽക്കുമ്പോൾ 2 തിരുമേനി വരെ എൻ്റെ കൂടി അതിനകത്തുനിന്ന് തിരുമേനി ആ സ്ഥലം എടുത്തിട്ട് വളരെ ശ്രദ്ധേയമായിട്ട് പണിയാൻ. വളരെ ദീർഘമായ പ്രവർത്തന ശൈലി ഉണ്ടായിരുന്നു. അത് 1953 മെത്രാന്മാരായ എല്ലാ മെത്രാന്മാരുടെ ഒരു ക്വാളിറ്റിയാണ്. ഓർത്തഡോക്സ് സഭയിലെ കൂർലോസ് തിരുമേനി മെത്രാനായി 1953 അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായി കാതോലിക്കയുമായിട്ട് ദീർഘകാലം 46 കൊല്ലം ഭരിച്ചു. അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്ത 1953 മെത്രാനായി. അദ്ദേഹം അതിന് ശേഷം 47 കൊല്ലം ഭരിച്ച് വലിയ മെത്രാപ്പൊലീത്തയായി. മലങ്കര കത്തോലിക്ക സഭയിൽ ബെനഡിക്ട് ഗ്രിഗോറിയോസ് തിരുമേനി മെത്രാനായി 1953 അദ്ദേഹം 42 വർഷം ഭരിച്ച് ആർച്ച് ബിഷപ്പ് സ്ഥാനത്തെത്തി, പരമാധ്യക്ഷ സ്ഥാനം വരെ എത്തി. അപ്പോൾ 1953 മെത്രാനായ 6 പേരുണ്ട്. 6 പേരും അതാത് സഭകളിലെ ഏറ്റവും വലിയ സ്ഥാനത്തെത്തി. 47 കൊല്ലം ഭരിച്ച എല്ലാവരും. എന്തോ 1953 മെത്രാനാവാൻ പറ്റിയൊരു വർഷമായിരുന്നു. ആ വർഷമാണ് അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്ത മെത്രാനാവുന്നത്. പക്ഷേ 47 കൊല്ലം 4.5 പതിറ്റാണ്ട് കാലം ഒരു സഭയെ നയിച്ചപ്പോൾ തിരുമേനി ഉണ്ടാക്കിയ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് നിങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ? ആ സ്ഥാപനങ്ങൾ വളരെ കാൽക്കുലേറ്റായി എവിടെ ആ സ്ഥാപനം പറ്റും, എത്ര ധർമ്മസ്ഥാപനങ്ങൾ, എത്ര സ്കൂള്, എത്ര ഈ ഓർഫനേജ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, ഇത് വളരെ കൃത്യമായി തിരുമേനി പ്ലാൻ ചെയ്താണ് നടപ്പാക്കിയിരിക്കുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡർ എന്നുള്ള നിലയിൽ നമ്മൾ തിരുമേനിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മ പദ്ധതി മനസ്സിലാക്കിയിരിക്കണം, വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മിഷണറി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാർക്ക് വേണ്ടി എറണാകുളത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ എറണാകുളം പോലീസ് കമ്മീഷണറാണ്. എന്നെ വിളിച്ച് തിരുമേനി, ഞാനവിടെ പോയി. ആ പ്രസംഗത്തിൽ തിരുമേനി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ SC/ST വിഭാഗത്തിനടുത്തോ OBC വിഭാഗത്തിനടുത്തോ ആണ് സഭയുടെ പ്രസംഗിക്കാൻ പോകുന്നത്. പക്ഷെ ഒരു തവണ പോലും അവരുടെ ഈശ്വര സങ്കല്പം, അവർ ഓൾറെഡി വിശ്വസിക്കുന്ന ഒരു ഈശ്വര സങ്കല്പത്തെ കളിയാക്കാൻ പാടില്ല. ആ ഇരിക്കുന്ന വിഗ്രഹം പിശാചാണ്. ചില അച്ഛന്മാരും ബന്ധിക്കോസുകാരും പ്രസംഗിക്കും പിശാചാണെന്ന്. വല്ല കാര്യമുണ്ട്? ആറന്മുള ബന്ധിക്കോസുകാരുടെ മീറ്റിംഗ് നടത്തി, ഉപദേശം ഒന്ന് പ്രസംഗിച്ചു. യേശു ക്രിസ്തു വെള്ളത്തിന് മുകളിൽ നടന്നു. പ്രവാചകനായ മുമ്പിൽ നടക്കാൻ പറ്റുമോ? അയാൾ മരുഭൂമി നടന്ന ആളാണ്. ശ്രീരാമൻ നടക്കാൻ പോയി, അയാൾ വെള്ളത്തിൽ മുങ്ങി ചത്തുപോയി. RS ഇറങ്ങി ആട്ടി പാഴ്സൽ, ഉപദേശിക്ക് മൂക്കലിനകത്തോടെ ചോര വന്നു. 46 ബന്ധിക്കോസുകാർക്ക് പരിക്ക് പറ്റി. ഒറ്റ മനുഷ്യൻ സഹായിക്കാനില്ല. ആറന്മുളയിൽ നിന്ന് അവർ എന്നെ തിരുവനന്തപുരത്ത് വിളിച്ച്, ഞാൻ 10 SP വിളിച്ച് പറഞ്ഞിട്ടാണ് ആ 46 എണ്ണത്തിന് അവസാനം രക്ഷിക്കാൻ കൊണ്ടുപോയത്. രക്ഷിക്കാൻ പ്രസംഗിച്ചാൽ അവനെ രക്ഷിക്കാൻ ഞാൻ പോകേണ്ടി വന്നു. അപ്പോൾ ഈ പ്രസംഗിക്കുമ്പോൾ മറ്റു മതക്കാരെ കളിയാക്കരുത്. അപ്പോൾ ഈ SC/ST വിഭാഗത്തിനടുത്തും ഈഴവ സെൻറ്ററിലൊക്കെ മർത്തോമാ സഭയുടെ പള്ളി സ്ഥാപിക്കാൻ പോവാണ്. ആ അച്ഛന്മാരോട് തിരുമേനി ചെയ്ത പ്രസംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നിങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിലെ ആളുകൾ ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്ന ഈശ്വര സങ്കല്പത്തെ ഒരു കാരണവശാലും നിങ്ങൾ ആക്ഷേപിക്കുകയോ താഴ്ന്നാണെന്നോ പറയരുത്. ക്രിസ്തുമതത്തിൻ്റെ മഹത്വം മാത്രം അവരോട് സംസാരിക്കുക. ആ മഹത്വം മനസ്സിലായിട്ട് വരുന്നവർ മാത്രമേ വരാവൂ. അതാണ് കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. വിശാലമായ കർമ്മ പദ്ധതി വലിയ മെത്രാപ്പൊലീത്തയെ വ്യത്യസ്തനാക്കുന്നത് അവിടെയാണ്.
അഞ്ചാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യൻ ആദർശത്തിൽ നമുക്ക് നെഞ്ചിലേറ്റാവുന്ന ആദർശങ്ങൾ എന്തൊക്കെയായിരുന്നു. തിരുമേനി വളരെ ശ്രദ്ധേയമായി കാലഘട്ടത്തിൻ്റെ ഇതനുസരിച്ചിട്ട് മാറി. തിരുമേനി ചെമ്മാച്ചനും അച്ഛനും ഒക്കെ ആയിരുന്നപ്പം നമ്മൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്. തിരുവിതാംകൂറിൽ ഒരു സഭയാണ് നമ്മൾ. 47 ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ വലിയൊരു രാഷ്ട്രത്തിലൊരു സഭയായി. 57 കേരളം ഉണ്ടായപ്പോൾ തിരുവിതാംകൂറിനപ്പുറത്തായി കേരളം എന്നൊരു സംസ്ഥാനത്തിൻ്റെ വ്യാപ്തിയിൽ നമ്മൾ എത്തിച്ചേർന്നു. ആ വലിപ്പം അബ്സോർവ് ചെയ്യണം. ഒരു സഭാ തലവൻ എന്നുള്ളതൊക്കെ അത് അബ്സോർവ് ചെയ്യണം. അത് കൃത്യമായി അബ്സോർവ് ചെയ്ത് ലോകം മുഴുവൻ മർത്തോമാ സഭയുടെ ഇടവകൾ സ്ഥാപിച്ച് വിശ്വാസികളെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ തിരുമേനി കഴിഞ്ഞു. വളരെ ശ്രദ്ധേയമായി തിരുമേനിയുടെ അടുത്ത കാര്യം പോയി പറഞ്ഞാൽ നോക്കാമെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ ആശയോടുകൂടി പുറകെ നടക്കുന്നു. അവൻ 2 കൊല്ലം കഴിയുമ്പോൾ കാര്യം നടക്കത്തുള്ളത് മനസ്സിലാവുന്നത്. പിന്നെ അവൻ ചീത്തയും വിളിച്ചുകൊണ്ട് പോകും. തിരുമേനി അങ്ങനെയല്ല. തിരുമേനിയുടെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണെങ്കിൽ നടക്കും. നടക്കാൻ എന്തൊക്കെ ചെയ്യണം ആ വന്ന ആളിനോട് പറയും. നടക്കത്തില്ലയോ? തിരുമേനി പറയും, നോ ആസ് പെർ ലോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതൊരു വലിയ ആദർശമാണ്. ആനയെ കൊടുത്താൽ ആശ കൊടുക്കരുതെന്ന് മലയാളത്തിൽ പറയും. തിരുമേനി ഒരു കാരണവശാലും ആശ കൊടുക്കുകയില്ല. ചെയ്യേണ്ട കാര്യം ചെയ്തു കൊടുക്കുകയും ചെയ്യും, ചെയ്യേണ്ടാത്ത കാര്യം ചെയ്തു കൊടുക്കുകയില്ല. അതൊരു അസാധാരണ സംഭാഷണ ശൈലിയാണ്. ഒരാൾ ദേഷ്യപ്പെട്ടാൽ തിരുമേനി ഒരിക്കലും റിയാക്ട് ചെയ്യത്തില്ല. അത് ഞാനൊരു സംഭവം കണ്ടതാണ്. തിരുമേനിയുടെ അടുത്ത് വന്ന ഒരാൾ ദേഷ്യപ്പെട്ടു. തിരുമേനി വളരെ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി നിന്നു. വേറൊരു മർത്തമക്കാരൻ അയാളെ ഉടുപ്പ പിടിക്കാനായിട്ട് തരും. തിരുമേനി റിയാക്ട് ചെയ്തു ആ മനുഷ്യനോട്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ കാം ഡൗൺ ചെയ്തു. പിന്നെ ആ മനുഷ്യൻ ഒന്ന് ക്ഷമ വെച്ചു തിരുമേനിയുടെ അടുത്ത്. അതൊരു വലിയ ആദർശമാണ്. അപ്പോൾ തെറ്റ് ചെയ്യാതെ ഒരാളെ ഒഫൻഡ് ചെയ്യാതെ ജീവിക്കുക, അത് വലിയൊരു ആദർശം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ആദർശമാണ്. ഇനി ഒരു മനുഷ്യൻ്റെ അന്ത്യം അത് വളരെ ശ്രദ്ധേയമായിട്ട് മനസ്സിലാക്കണം. പല മനുഷ്യരും മരിക്കുന്നവരെ തൻ്റേതായ ഒന്നും വിട്ടുകൊടുക്കുകയില്ല. ഒരു മാർപ്പാപ്പ ബെനിക്ട് മാർപ്പാപ്പ റിട്ടയർ ചെയ്തു. വേറെ ഏതെങ്കിലും മാർപ്പാപ്പ റിട്ടയർ ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. മാർപ്പാപ്പ റിട്ടയർ ചെയ്ത തിരുമേനിക്ക് ലാസ്റ്റ് ഇയേഴ്സായി. തിരുമേനിക്ക് മനസ്സിലായി മൈ ലൈഫ് ഈസ് നോട്ട് സോ മച്ച് ഗോയിങ് ടു ഗോ എന്ന് മനസ്സിലായി. തിരുമേനി എന്ത് ചെയ്തു? തൻ്റെ പിൻഗാമിയെ കണ്ടെത്തിയപ്പോഴോ തിരുമേനി അച്ഛനായി ബാംഗ്ലൂർ ചെന്നപ്പം തിരുമേനിയുടെ സീനിയർ വൈദികനായിരുന്നു ക്രിസോസ് തിരുമേനി. അപ്പോൾ ക്രിസോസ് തിരുമേനിയും അലക്സാണ്ടർ മെത്രാപ്പൊലീത്തയും ഞാൻ ഉൾപ്പെട്ട ഒരു മീറ്റിംഗ് വെച്ച് ക്രിസോസ് തിരുമേനി പറഞ്ഞു, എന്നെ അട്ടിമറിച്ച ഇദ്ദേഹം വലിയ മെത്രാപ്പൊലീത്തായ കേട്ടോ. അത് കേട്ടിട്ട് അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത ചിരിച്ച്. പക്ഷേ പിൻഗാമിയെ ഫിക്സ് ചെയ്യേണ്ടി വരുമ്പം തിരുമേനി ആ കട ഓർത്തിരുന്നു. തിരുമേനി എന്ത് ചെയ്തു? തൻ്റെ സീനിയറായ അച്ഛനായ ബാംഗ്ലൂരിൽ ജോലി ചെയ്ത ക്രിസോസ് തിരുമേനിയെ കൊണ്ടുവന്നിട്ട് ഇവിടെ തൻ്റെ പിൻഗാമിയാക്കി. എന്നിട്ട് ആ ക്രിസോസ് തിരുമേനിയോടൊപ്പം കൂടെ പോയി താമസിച്ചു. അതിനുശേഷം കോഴഞ്ചേരിയിൽ ആശുപത്രിയിൽ മരണക്കിടക്കയിൽ വെച്ച് വന്നവരോടൊക്കെ ആശ്വാസവചനങ്ങൾ പറഞ്ഞു. അവസാനം വളരെ ശാന്തനായി അദ്ദേഹം മരണത്തെ സ്വീകരിച്ചു. പലരും മരണത്തെ കാണുമ്പോൾ ഭയങ്കര വെപ്രാൾപ്പെടും, പിച്ചും പേയും പറയും. കാര്യം ആ മനുഷ്യൻ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറല്ല. വളരെ ശാന്തമായി മരണത്തെ നേരിടാൻ പറ്റിയിരിക്കണം. വിവേകാനന്ദ സ്വാമിയുടെ വലിയൊരു ജീവചരിത്രമുണ്ട്. അദ്ദേഹം റൊമൈൻ റോളണ്ട് എന്ന് പറയുന്ന ജർമ്മനിയിലെ പ്രസിദ്ധനായ നോബൽ സമ്മാനം കിട്ടിയ എഴുത്തുകാരനാണ്. അദ്ദേഹം പറയാണ്, വിവേകാനന്ദ സ്വാമി ഇങ്ങനെ വന്നിരുന്നു, കാണാൻ ഒരാൾ വന്നു, വർത്തമാനം പറഞ്ഞു തുടങ്ങി. എ സൈ എസ്കേപ്ഡ് ഫ്രം ഹിസ് നോസ്ട്രിൽസ്. ദിസ് യങ് സന്യാസി ആസ്ക്ഡ് വൺ മോർ ക്വസ്റ്റ്യൻ. Then a deep sigh escaped from his nostrils and eternal silence fell. രണ്ടാമത്തെ ദീർഘശ്വാസം കഴിഞ്ഞപ്പോൾ എറ്റേണൽ സൈലൻസ് ഫെൽ. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 3 തവണ ഈ ഭാഗം വായിച്ചു. ഒരു വിവേകാനന്ദ സ്വാമിയുടെ മരണം, ഹൗ ഹി അക്സെപ്റ്റഡ് ഡെത്ത് എന്ന് പറയുന്ന ശ്രദ്ധേയമായ ഭാഗം നമ്മൾ വായിക്കുകയാണ്. നെപ്പോളിയൻ മരിക്കാൻ കിടക്കുകയാണ്. ഇപ്പം തെറ്റി അദ്ദേഹം നിലവിളിച്ചു, പാരീസ് തെദ് ആർമി ജോസഫീൻ. അയാൾക്ക് വിട്ടുപോകാൻ സഹിക്കാൻ പറ്റുന്ന 3 എണ്ണം. പാരീസ് എന്ന പട്ടണം, ആർമിയുടെ തലവൻ്റെ സ്ഥാനം, പ്രിയങ്കരയെ ഭാര്യ ജോസഫിൻ, അവളെ കളഞ്ഞിട്ട് വേറെ കെട്ടിയവൻ. പക്ഷെ മരണത്തിനും അയാൾക്ക് 1ാം ഭാര്യ നല്ല ഓർമ്മയുണ്ട്, ജോസഫിൻ. എന്നിട്ട് പിടച്ചിട്ട് അയാൾ മരിച്ചു. നെപ്പോളിയൻ മരണം സ്വീകരിക്കാൻ നെപ്പോളിയൻ തയ്യാറാണോ? അല്ല, പരാജയപ്പെട്ട് ഹെലന ദ്വീപിൽ താമസിക്കുകയാണ്. ഹി കനോട്ട് അക്സെപ്റ്റ് ഇറ്റ്. പക്ഷേ അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത ലാസ്റ്റ് ഡേയ്സിൽ വന്നവരോടൊക്കെ മരണം എന്താണെന്ന് പറഞ്ഞു. അവസാനം വേദപുസ്തകം വായിച്ചു, ശാന്തമായി മരണത്തെ സ്വീകരിച്ചു. ഇത് വേദപുസ്തകത്തിലും ഒക്കെ ആഴത്തിൽ വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രം കഴിയുന്നതാണ് മരണത്തെ സ്വീകരിക്കുക. അപ്പോൾ എൻസൈക്ലോപീഡിയ ബയോഗ്രഫീസ് പറയുന്ന
6 ചോദ്യങ്ങൾ ചോദിച്ചുമ്പോൾ ഉത്തരം കണ്ടെത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത എത്ര മഹത്വമുള്ള ആളാണ് എന്ന്. അപ്പോൾ മഹാനെ അങ്ങനെ ഈ 6 ചോദ്യങ്ങൾ വെച്ച് മനസ്സിലായി കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് കാലശേഷം നമ്മളെന്താ ചെയ്യേണ്ടത് എന്ന് നമുക്കൊരു കർമ്മബോധ്യം ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് ടു ഫോളോ? അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ക്രൈസ്തവ സഭ 20-ാം നൂറ്റാണ്ടിൽ നയിക്കാനുള്ള അവസരമാണ് അലക്സാണ്ടർ മെത്രാപ്പൊലീത്തയ്ക്ക് കൊടുത്തത്. 1913 ജനിച്ചു, 1999 2000 ആയപ്പം അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ 20-ാം നൂറ്റാണ്ടിലാണ്. ആ 20-ാം നൂറ്റാണ്ടിൽ സംഘർഷം നടന്ന കാലഘട്ടമാണ്. 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, യുദ്ധങ്ങളുടെ പരമ്പര, സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുള്ള കൂട്ടക്കൊലകൾ, മതപരമായ കലഹങ്ങൾ, സ്വാതന്ത്ര്യസമരത്തിൻ്റെ നൗഖലിയിലൊക്കെ കൂട്ടക്കൊല, ഇതൊക്കെ നടക്കുന്നൊരു കാലഘട്ടം. അത് കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കാലത്ത് സഭയെ കെട്ടിപ്പടുക്കാൻ അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്ത ക്രാന്തദശയോടുകൂടി തൻ്റെ പ്രവർത്തനം നടപ്പാക്കുകയാണ്. 20-ാം നൂറ്റാണ്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയി. 18-ാം നൂറ്റാണ്ടിലും 17-ാം നൂറ്റാണ്ടിലും ക്രൈസ്തവ സഭ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളിൽപ്പെട്ടിരുന്നു. വലിയ പ്രശ്നങ്ങളിൽ. ആ പ്രശ്നങ്ങളിൽപ്പെട്ട് സഭ ഉലയുമ്പോൾ നമുക്ക് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷെ ബ്രിട്ടീഷ് സപ്പോർട്ടങ്ങ് പോയി. 1947 സംഘർഷബുദ്ധമായ കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തിരുമേനി കൊണ്ടുപോയി. അപ്പോൾ യെസ്റ്റർഡേയും ടുഡേയും നമ്മൾ നോക്കുമ്പം ഒരു സേഫ് ഏരിയയിൽ നമ്മളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് ടുമോറോ എങ്ങനെ ഈ സഭയെ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അവിടെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ ചില പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ജനസംഖ്യയാണ്. കേരളം ഫോം ചെയ്യുമ്പോൾ ക്രിസ്ത്യാനികൾ 21%. 21%, 24% ഈഴവർ, 17% മുസ്ലിങ്ങൾ. പക്ഷേ ഇപ്പോൾ കണക്കെടുത്തപ്പം, ലാസ്റ്റ് സെൻസസ് എടുത്തപ്പോൾ ക്രിസ്ത്യാനികൾ 17%, ഈഴവർ 24%, മുസ്ലിങ്ങൾ 27%. പക്ഷേ പ്രൊജക്ഷൻ ഇപ്പോൾ ഉണ്ട്. അടുത്ത 25 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവർ 7% ചുരുങ്ങാൻ പോവാണ്. 7%. ഇത് അപകടകരമായൊരു സംഭവമാണ്. അപകടകരമായ സംഭവം. തിരുവനന്തപുരത്ത് ഡിങ്ക് എന്നൊരു സംഘടന എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. ഡബിൾ ഇൻകം നോ കിഡ്സ്. ഭർത്താവിന് ഭാര്യയ്ക്കും ജോലി, അതുകൊണ്ട് മക്കൾ വേണ്ട. ഡബിൾ ഇൻകം നോ കിഡ്സ്. എറണാകുളത്തൊരു സംഘടനയുണ്ട് സിംഗിൾ ഇൻകം നോ കിഡ്. ഭാര്യയ്ക്ക് ജോലിയില്ല, അതുകൊണ്ട് മക്കൾ വേണ്ട. നിങ്ക് എന്നൊരു സംഘടന ഇതുവരെ കണ്ടിട്ടില്ല. നോ ഇൻകം നോ കിഡ്സ് ഇതുവരെ കണ്ടിട്ടില്ല. ഡിങ്കും സിംഗും മാത്രമേ കണ്ടിട്ടുള്ളൂ. ക്രിസ്ത്യാനികളായ ഒരുപാട് കുട്ടികൾ കല്യാണം കഴിക്കാൻ തയ്യാറല്ല. വൈ ഷുഡ് യു മാരി? ഇറ്റ് ഈസ് യൂസ്ലെസ് എന്നൊരു ചിന്ത അവർ വന്നിരിക്കുന്നു. കല്യാണം കഴിച്ച ക്രിസ്ത്യൻ ദമ്പതികളിൽ വലിയൊരു പങ്കിന് മക്കളെ വേണ്ട. ദേ സെഡ് ചിൽഡ്രൻ ആർ അൺനെസസറി. വളരെ അപകടകരമാണ്. ഈ ഡിങ്കിലും സിംഗിലും ഞാൻ പ്രസംഗിക്കുമ്പം ഒറ്റ മുസ്ലിം അതിനകത്തില്ല. 120 പേര് മീറ്റിങ്ങിന് വന്നിരിക്കുകയാണ്. ഞാൻ ലിസ്റ്റെടുത്ത് ചുമ്മാ നോക്കി പങ്കെടുക്കുന്നവർ, ഒറ്റ മുസ്ലിം അതിനകത്തില്ല. ഈ ഡിങ്കിനകത്ത് സിംഗിനകത്തും ഇല്ല. 120 പേര് വന്നതിൽ 74 പേര് ക്രിസ്ത്യാനികളാണ്. ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് ഇതിനാ ഈ കല്യാണം കഴിക്കണ്ട, മക്കൾ വേണ്ടെന്ന് തോന്നാനുള്ള കാരണം നമ്മൾ റിസർച്ച് ചെയ്യേണ്ട ഒരു മാറ്ററാണ്. എന്തോ നമ്മുടെ കുടുംബ സ്ട്രക്ചറിൽ നമ്മുടെ കുട്ടികൾക്ക് ഇത് അപകടമാണെന്ന് തോന്നത്തക്കവണ്ണം നമ്മുടെ കുടുംബ സ്ട്രക്ചറിൽ എന്തോ അപകടം പറ്റിയിരിക്കുകയാണ്. പണ്ട് നമ്മളെ കുടുംബത്തിൽ എഴുതും, നമ്മുടെ കുടുംബത്തെപ്പറ്റി നമ്മൾ അഭിമാനത്തോട് സംസാരിക്കും. ഇപ്പോൾ ഈ അപ്പനും വല്യപ്പനും വല്യമ്മയും കാണിച്ച മണ്ടത്തരം വേണ്ട, കല്യാണം വേണ്ട, മക്കൾ വേണ്ട എന്നൊരു ചിന്ത, ഇത് അപകടകരമാണ്. ചൈനയിൽ നാം രണ്ട് നമുക്കൊന്ന് പ്രാക്ടീസ് നോക്കി, 10-25 കൊല്ലം നോക്കി. കുറേ വിജയിച്ചു, കുറേ വിജയിച്ചില്ല. ഒരു ശ്രമവുമില്ലാതെ വിജയിച്ചത് ക്രിസ്ത്യാനിയുടെയൊക്കെയാണ്. നാം രണ്ട് നമുക്കൊന്ന് വളരെ ക്രിസ്ത്യാനി നടപ്പാക്കി, ഒരു പ്രക്ഷോഭവും ഇല്ലാതെ. ഇത് ക്രൈസ്തവ സഭയുടെ അംഗസംഖ്യ 7% കേരളത്തിൽ കുറയ്ക്കാൻ പോവാണ്. ഇത് തടയാൻ സഭയായിട്ട് എന്ത് ചെയ്യണം? സഭയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഈ 2 ചോദ്യം. അത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. അവിടെ അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത വിവാഹ ശുശ്രൂഷയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടോ? ശ്രദ്ധേയമായിട്ടാണ് അദ്ദേഹം വേദപുസ്തകത്തിൽ ഉദ്ധരിക്കും. കനാല് കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയതോ ഒക്കെ എടുത്തിട്ട് ഒരു വിഷയം എടുത്തിട്ട് ആ കല്യാണത്തിന് തിരുമേനി പ്രസംഗിക്കും. അപ്പോൾ വിവാഹ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പം എന്താണ് നമുക്ക് വരുന്ന മാറ്റം? വെള്ളം വീഞ്ഞാവുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? വെള്ളം വീഞ്ഞാവുമ്പോൾ വീഞ്ഞിൻ്റെ ഡെൻസിറ്റി 0.8 ആണ്. വെള്ളത്തിൻ്റെ ഡെൻസിറ്റി 1 ആണ്. ജീവിതഭാരം കുറയുന്നു.
വാട്ടർ ഈസ് എ കളർലെസ്, ഓർഡർലെസ് ആൻഡ് ടേസ്റ്റ്ലെസ് ലിക്വിഡ്. അത് വീഞ്ഞാവുമ്പം കളറുണ്ട്, മണമുണ്ട്, രുചിയുള്ള ലിക്വിഡായി മാറുകയാണ്. വെള്ളം കുടിച്ചാൽ ലഹരിയില്ല, വീഞ്ഞ് കുടിച്ചാൽ ലഹരിയുണ്ട്. വിവാഹം ഒരു ലഹരിയുടെ കാലഘട്ടമാണ്. എന്താണ് അതിൻ്റെ മാറ്റം? ദൈവം അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? 25 ലിറ്റർ വീഞ്ഞ് മതിയായിരുന്നു ആ കല്യാണത്തിലുള്ളവർക്കെല്ലാം. ബാക്കി 3 പേർക്ക് അടിച്ചിട്ടിരിക്കുക. 2 പേർക്ക് കൂടെ കൊടുത്താൽ നമ്മൾ ശരിക്കും സിമ്പിളി ആവും. അപ്പോൾ ഒരു 150-200 പേർക്ക് ഒരു 2 പേർക്ക് കൊടുക്കാൻ 25 ലിറ്റർ മതി. പക്ഷെ ദൈവം എന്ത് ചെയ്തു? 60 ലിറ്റർ കൊള്ളുന്ന 6 കൽഭരണി വീഞ്ഞുണ്ടാക്കി കൊടുത്തു. 360 ലിറ്റർ. വിവാഹം കഴിക്കുന്ന സമയത്ത് ദൈവം അനുഗ്രഹിക്കുന്ന അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തു. ഇപ്പോൾ ആലപ്പുഴയുള്ള ഒരുത്തൻ കുറേ ഫ്രോഡ് സാധനം വിറ്റു. കാനാര കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി ഭരണി എന്ന് പറഞ്ഞ് 2 ലിറ്റർ ഉണ്ടാകുന്നൊരു സാധനം ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. അത് 2 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ച്. വേറെ കേട്ടോ വേദോസം വായിച്ചില്ല. 60 ലിറ്റർ കൊള്ളുന്നതാണ് ഈ കർത്താവ് വീഞ്ഞാക്കി കാൽപ്പണി അറിഞ്ഞുകൂടാ. വേദോസം വായിക്കാത്തവന് ഈ 2 ലിറ്റർ ഉണ്ടാക്കുന്ന കൊടുത്തോ വാങ്ങിച്ചുകൊണ്ട് പോയി ക്രിസ്ത്യാനി. കാരണം വേദോസം വായിച്ചിട്ടില്ല. അലക്സാണ്ടർ മദ്യപത്ര പോലത്തെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിവാഹ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ചെറുക്കനും പെണ്ണിനും ഉണ്ടാക്കുന്ന മാറ്റം 6 സ്റ്റേജിലാണ് തിരുവേനി പറയുന്നത്. ഈ സ്പിരിറ്റ് നമുക്ക് നമ്മുടെ കപ്പിൾസിന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അവിടെയാണ് അപകടം. അടുത്ത എന്താണ്? മൈഗ്രേഷൻ. ക്രിസ്ത്യാനികൾ ലോകം മുഴുവൻ മൈഗ്രേറ്റ് ചെയ്യുക. ലോകം മുഴുവൻ പഠിക്കാൻ പോകുന്നത് വലിയൊരളവിൽ. കഴിഞ്ഞ ജൂലൈ 29 എറണാകുളത്ത് ഒരു ദിവസം കാനഡയിലോട്ട് പോകുന്ന കുട്ടികളാണ് 7200 പേര്. സാന്റാമോനിക്കയുടെ ഫംഗ്ഷൻ ഞാൻ അതിനെ ചീഫ് ഗസ്റ്റായിട്ട് പോയിരുന്നു. 7200 കുട്ടികൾ ഇവിടുന്ന് കാനഡയ്ക്ക് പോവുകയാണ്. സിംഗിൾ ഡേ 7.5 ലക്ഷം പേര് ഇന്ത്യയിൽ നിന്ന് പോവുകയാണ്. അതിനകത്ത് 1,20,000 കുട്ടികൾ കേരളത്തിൽ നിന്നുള്ള ക്രിസ്ത്യൻ കുട്ടികളാണ് ഈ പോകുന്നത്. യൂറോപ്പിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലൊക്കെ പോകുന്നത്. പലരും തിരിച്ചു വരില്ല. ദേ സിംപിളി റിമെയിൻ ദയർ. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ഇവിടുത്തെ സഭയിൽ ആളില്ല. കുമ്പനാടിനെ പറ്റി BBC വേൾഡ് സർവീസ് കാണിച്ചു. കുമ്പനാട് ഗോസ് ടു വില്ലേജ് ഓഫ് കേരള. കേട്ടില്ലേ നിങ്ങൾ? മർത്തമാസഭയ്ക്ക് പ്രാമുഖ്യമുള്ള സ്ഥലമാണ് ഈ കുമ്പനാട്. മർത്തമാസഭയ്ക്ക് നമ്പർ 1 നിൽക്കുന്ന കുമ്പനാട് BBCക്ക് ഗോസ്റ്റ് വില്ലേജായി. കാരണം എന്താണ്? പല വീട്ടിലും ആളില്ല. നോ വഴി. എല്ലാവരും പൂട്ടിയിട്ടിട്ട് പോയിരിക്കുകയാണ്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നാഷണൽ ട്രഷറർ കുമ്പനാട്ടുകാരന് ഡോക്ടർ എബ്രാഹമാണ്. അയാളുടെ വീട് 1.5 കോടിയുള്ളൊരു 2 കോടി വീടാണ്, പൂട്ടിയിട്ടിരിക്കുക. അപ്പോൾ ഒരു തവണ അദ്ദേഹത്തിൻ്റെ എൻ്റെ വല്യമ്മച്ചയുടെ ഫസ്റ്റ് കസിനാണ് ഈ ഡോക്ടർ എബ്രാം. കസിൻ എവിടെ വന്ന് നോക്കിയപ്പം അങ്ങാരുടെ മുറ്റത്ത് ആരൊക്കെ കാറ് കഴുകുന്നു, അവിടെയൊക്കെ നിൽക്കുന്നു. ഇവൻ വിളിച്ച്, എബ്രാമേ നീ എന്താടാ നാട്ടിൽ വന്ന് എന്നോട് പറയാഞ്ഞ്? അയ്യോ ഞാൻ നാട്ടിൽ വന്നിട്ട് 2 കൊല്ലമായി. അല്ല നിൻ്റെ വീട്ടുമുറ്റത്ത് കുറേ ആളുകൾ നിൽക്കുന്നു, ഒരു കാറ് കഴുകുന്നു. അയ്യോ വേറെ ആരാണ്ടാന്ന് പറഞ്ഞു. ഇയാൾ അങ്കിൾ ഉടനെ എന്നെ വിളിച്ചു, മോനെ ദാണ്ട ഡോക്ടർ എബ്രാമിൻ്റെ വീടിന് മുറ്റത്ത് കുറേ ആൾ. ഞാൻ 10 SP വിളിച്ചു. SP എന്ന് 7 എണ്ണത്തെ അറസ്റ്റ് ചെയ്തു. തമിഴന്മാരായ കൊള്ളസംഘമാണ്. വന്ന് എബ്രാമിൻ്റെ വീട്ടിൽ കയറി എല്ലാ മുറിയിലും താമസിച്ച് എയർ കണ്ടീഷനൊക്കെ ഓൺ ചെയ്ത് ഫ്രിഡ്ജെല്ലാം ഓൺ ചെയ്ത് ആഹാരമെല്ലാം പാചകം ചെയ്ത് മുറ്റത്ത് കാർ ഷെഡിലിട്ട് കാറ് കഴുകാണ്. എന്നിട്ട് അലമാരിയിൽ നിന്ന് ഫയൽ ഓഫിനെ കണ്ടെത്തി. അവർ കൊണ്ട് ലാൻഡ് ടാക്സ് അടച്ചു, ബിൽഡിംഗ് ടാക്സ് അടച്ചു, എല്ലാ ടാക്സ് ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അവർ കറക്റ്റ് അടച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവൻ്റെ കംപ്ലീറ്റ് റെക്കോർഡുണ്ട്. 126 കേസാണ് തെളിഞ്ഞ. 126 കേസ്. കുമ്മനാട്ട എൻ്റെ അങ്കിളിൻ്റെ വീടിൻ്റെ കാര്യം പറയുന്നത്. ഇങ്ങനെ തുടങ്ങി എന്ത് പറ്റും? മർത്താമസമൊക്കെ പ്രാമുഖ്യമുള്ള കുമ്മനാട് വില്ലേജിൻ്റെ പ്രശ്നമാണ്. ഞങ്ങളുടെ തുമ്പോൺ ഓർത്തഡോക്സ് വലിയ അതിന് തൊട്ട് മുമ്പേ താമസിക്കുന്ന കത്തീഡ്രൽ 2400 വീടുള്ള പള്ളിയായിരുന്നു ഓർത്തഡോക്സ് കത്തീഡ്രൽ. ഇപ്പം 400 വീടുണ്ട്. 400 ലെഫ്റ്റ്. 2000 കുടുംബം ഇവാപ്പറേറ്റ് ചെയ്തെങ്കിൽ പോയി. ഇന്ത്യയുടെ പല ഭാഗത്തും ലോകത്തിൻ്റെ പല ഭാഗത്ത് താമസിക്കുകയാണ്. എൻ്റെ വല്യപ്പൻ്റെ സന്തതി പറയുമ്പോൾ 25 പേരുണ്ട്. എൻ്റെ പുത്തൻപേട്ടി കുടുംബത്തിൽ നോ ബഡി. 25 എണ്ണം കൊച്ചുമക്കളുണ്ടായിരുന്ന എൻ്റെ വല്യപ്പൻ്റെ കൊച്ചുമക്കളിൽ ഒരെണ്ണം പോലും തുമ്പോണിപ്പോൾ ഇല്ല. എല്ലാവരും 4 ദേശത്ത് പോയിരിക്കുക. ഇത് ക്രൈസ്തവ സഭയുടെ അസ്ഥിവാരം തോണ്ടുന്നൊരു പരിപാടിയാണ്. വിദേശത്ത് ജോലി ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നമ്മുടെ സഭയിൽ നമ്മുടെ ഇടവകയിൽ നിൽക്കുന്ന സ്ഥലം കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റിയിരിക്കണം. തലവടി എന്നൊരു സ്ഥലം നിങ്ങൾക്കെല്ലാം അറിയാം. നിരേറ്റോടത്തിനടുത്തുള്ള തലവടി മർത്തോമാ സഭയ്ക്ക് നല്ല ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ 12 പള്ളി ഉണ്ടായിരുന്നു വിവിധ സ്വഭാവങ്ങൾക്കായി. ഇപ്പം 5 എണ്ണേ തുറന്നിട്ടുള്ളൂ. 7 എണ്ണം പൂട്ടിക്കിടക്കുക. ഒറ്റ വിശ്വാസമില്ല. അതുകൊണ്ട് അച്ഛനും ഇല്ല, ആരുമില്ല, പള്ളി പൂട്ടിക്കിടക്കുക. ഇത് അപകടകരമായ സംഭവമാണ്. നമ്മുടെ ഇടവകകളും നമ്മുടെ സഭയും ശക്തമായി നിൽക്കണമെങ്കിൽ നമ്മൾ അലക്സാണ്ടർ മെത്രാപ്പോലീത്ത കാണിച്ചു തന്ന വലിയ മാർഗത്തിലൂടെ സഭയെ ഇടവകയെ ശക്തിപ്പെടുത്താൻ നമ്മൾ അറിഞ്ഞിരിക്കണം. മൂന്നാമതായി
മർത്തോമ കളിച്ചെന്നൊരു മാർഗ്ഗമുണ്ട്. നമ്മളിപ്പോൾ ഒരു പള്ളിയിൽ പോയെന്ന് ചോദിച്ചാൽ പള്ളിയിലെ ജനസംഖ്യയിൽ 70% സ്ത്രീകൾ വന്നിരിക്കും. സ്ത്രീകൾക്ക് ഈശ്വര വിശ്വാസം കൂടുതലാണ് പുരുഷനേക്കാൾ. അവർ വന്നിരിക്കും. പിന്നെ കുറേ പുരുഷന്മാരും. പള്ളിയിൽ വരുന്ന 100 വിശ്വാസി എടുത്താൽ യുവാക്കന്മാരെന്ന് പറയുന്ന വർഗം ഒരു 5 എണ്ണത്തിൽ കൂടുതലില്ല. പെസഹായ്ക്കും ഇല്ല, ദുഃഖവെള്ളിയാഴ്ചയ്ക്കും ഇല്ല, ഈസ്റ്ററിനും ഇല്ല. അപ്പോൾ യുവാക്കന്മാർ പള്ളി വന്നില്ലെങ്കിൽ സഭ എങ്ങനെ അടുത്ത തലമുറ നിൽക്കാൻ പോകുന്നത്? നിൽക്കത്തില്ല. അപ്പോൾ ഈ സ്ഥലത്താണ് അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്ത നമുക്ക് കാണിച്ചു തന്ന മാർഗം. അദ്ദേഹം വളരെ ശ്രദ്ധേയമായിട്ട് 3 ഏരിയ സെലക്ട് ചെയ്തു. 1 സൺഡേ സ്കൂൾ, 2 യുവജന സമാജം, 3 മിഷൻ പ്രവർത്തനം. അലക്സാണ്ടർ ചക്ര വലിയ മെത്രാപ്പൊലീത്ത ശ്രദ്ധിച്ച 3 ഏരിയയാണ്. ആദ്യം അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത ശ്രദ്ധിച്ചതാണ് സൺഡേ സ്കൂൾ. സൺഡേ സ്കൂൾ ലെവലിൽ കുട്ടിയിൽ വിശ്വാസം ഉറച്ചില്ലെങ്കിൽ അവനെ പിന്നെ കിട്ടത്തില്ല, അവനെ പിന്നെ വിശ്വാസത്തിൽ കിട്ടത്തില്ല. അപ്പോൾ കുട്ടികളുടെ വിശ്വാസം ഉറക്കുന്നത് എങ്ങനെയാണ്? അത് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുട്ടി ജനിച്ച് വീഴുമ്പം നമ്മുടെ തലച്ചോറിൻ്റെ സെറിബെല്ലം മെഡലോ ബ്ലോക്കായിട്ടായാലും സെറിബെല്ലത്തിന് 100 ഗ്രാമേ ഉള്ളൂ. 8 വയസ്സാവുമ്പോഴേക്ക് ഈ സെറിബെല്ലം രണ്ടാമത്തെ 100 ഗ്രാം വളരും. അതാണ് പാരട്ടോ സെറിബെല്ലം എന്ന് പറയുന്നത്. ഈ പാരട്ടോ സെറിബെല്ലത്തിലാണ് ഈശ്വര വിശ്വാസം ഇരിക്കുന്നത്, ഹിന്ദുക്കൾ പറയുന്ന രാജയോഗം ഇരിക്കുന്നത്. ഈ പാരട്ടോ സെറിബെല്ലം വളരുന്ന പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഈശ്വരൻ, വേദപുസ്തകം, യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടല്ലോ, അവൻ മരണം വരെ നിരീശ്വരവാദി ആവില്ല. അവൻ മരണം വരെ അവന് യുക്തിവാദി അവനെ പിടിക്കാനൊക്കത്തില്ല. തലച്ചോറിലത് ഉറയ്ക്കും. അപ്പോൾ മുത്തശ്ശിമാർ വളർത്തുന്ന കുട്ടികൾക്ക് വിശ്വാസം ഉറച്ചായിരിക്കും. മുത്തശ്ശി കൂടെ കിടത്തി ഉറക്കും, മടിയിലിരുത്തി രാവിലെ പ്രഭാത നമസ്കാരം ചെയ്യും, സന്ധ്യാ നമസ്കാരം ചെയ്യും, വേദോത്സവത്തിൽ നിന്ന് കഥ പറഞ്ഞു കൊടുക്കും. ആ കുട്ടിക്കുണ്ടല്ലോ മരണം വരെ അവൻ യേശു ക്രിസ്തുവിനെ വിട്ട് നിൽക്കുന്ന പ്രശ്നമില്ല, സഭയെ വിട്ട് നിൽക്കുന്ന പ്രശ്നമില്ല. കാരണം വിശ്വാസം ഉറച്ചതാണ്. എൻ്റെ വല്യമ്മച്ചി മർത്തോമാക്കാരിയായിരുന്നു, കുമ്മനാട് പുത്തൻ വീട്ടിലായിരുന്നു. വല്യമ്മച്ചിയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് ഓർത്തഡോക്സ് സഭയിലാണ്. ഓർത്തഡോക്സ് സഭയിൽ വന്നു. വല്യമ്മച്ചിക്കൊരു 35 വയസ്സായപ്പോൾ തന്നെ പാത്രകേസും ഓർത്തഡോക്സിൽ വഴക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വല്യപ്പൻ അച്ഛനെ മലങ്കര കത്തോലിക്ക സഭയിൽ പോയി. മലങ്കര കത്തോലിക്ക സഭയിൽ പോയി വല്യമ്മച്ചിക്കൊരു 94 വയസ്സായി. അപ്പോൾ ഞാൻ അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അമ്മച്ചി പറഞ്ഞു, എന്നെ മരിക്കുമ്പം മർത്തോമാ പള്ളി കൊണ്ട് അടക്കണം. ഞാൻ വരുന്നു പോയി. 16 വയസ്സിൽ കല്യാണം കഴിച്ചിട്ട് അമ്മച്ചിക്ക് 94 വയസ്സായപ്പോഴോ മർത്തോമാ സഭയുള്ള വിശ്വാസം ഉണ്ടല്ലോ ഉറച്ച് നിൽക്കുകയാണ്. കല്യാണം കഴിച്ച് ഭർത്താവ് വല്ലയിടത്തൊക്കെ പോയി കാണും, പക്ഷേ എന്നെ മർത്തോമാ സഭയിൽ കൊണ്ട് അടക്കണം. അപ്പോൾ അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്തയാണ്, വലിയ മെത്രാപ്പൊലീത്ത. അപ്പോൾ ഞാൻ ക്രിസ്തോസിന് വേണ്ടി പറഞ്ഞു, തിരുമേനി എൻ്റെ വല്യമ്മച്ചിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം. തിരുമേനി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്തയെ കാണാൻ പറഞ്ഞു. ഞാൻ DAG ആണ്. ഞാൻ അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്തയെ കണ്ടു. ഞാൻ പറഞ്ഞു, തിരുമേനി എൻ്റെ വല്യമ്മച്ചി മർത്തോമാക്കാരിയാണ്, ഉറച്ച മർത്തോമാക്കാരിയാണ്, 94 വയസ്സായി, ആകെ മരിക്കുമ്പോൾ ഒരു ആഗ്രഹം പറയുന്നുണ്ട്, അത് മർത്തോമാ സെമിത്തേരിയിൽ നടക്കണം. തിരുമേനി ഒന്ന് ആലോചിച്ചു. തിരുമേനി പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, വല്യമ്മച്ചിയെ മർത്തോമാ പള്ളിയിൽ മാമോസമൊക്കെ ആളല്ലേ, പക്ഷേ നീ മാത്രമല്ലല്ലോ കൊച്ചുമക്കൾ, വേറൊരു കൊച്ചുമൻ 2 കൊല്ലം കഴിഞ്ഞ് അമ്മച്ചിയുടെ ബോഡി കുഴിച്ചെടുക്കണമെന്ന് പറഞ്ഞ് മർത്തോമാ പള്ളിയുടെ സെമിത്തേരി കയറി വന്നാലേ രക്ഷയില്ല. അതുകൊണ്ട് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ കത്തോലിക്ക സഭ പള്ളി കൊണ്ട് അടക്കി. കാര്യം അലക്സാണ്ടർ മെത്രാപ്പൊലീത്തയുടെ ചോദ്യം വളരെ ആക്യുറേറ്റാണ്. ഞാൻ മർത്തോമാ പള്ളി കൊണ്ട് അടക്കി തിരുമേനി സമ്മതിച്ചു. പക്ഷേ വേറൊരു കുട്ടി വന്നിട്ട് എൻ്റെ വല്യമ്മച്ചി കത്തോലിക്ക സഭയിലാണ്, ശരീരം പൊക്കിയെടുക്കണമെന്ന് പറഞ്ഞാൽ മർത്തോമാ പള്ളിയുടെ സെമിത്തേരി പ്രശ്നമായില്ലേ? ആ ദീർഘവീക്ഷണമാണ്, വളരെ ദീർഘവീക്ഷണം. അപ്പോൾ ഈ 8 വയസ്സ് വരെ കുട്ടിക്ക് അമ്മയും മുത്തശ്ശിയുടെ പാരാസിർവലും വളരുന്ന സമയത്ത് വിശ്വാസം ഉറപ്പിച്ചാൽ ആ കുട്ടി ഉറച്ച ക്രിസ്ത്യാനിയായിരിക്കും, ഉറച്ച മർത്തോമാക്കാരിയായിരിക്കും. ആ സമയത്ത് നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. കുട്ടി യൗവനത്തിലേക്ക് വരുമ്പം കുട്ടിക്ക് സൺഡേ സ്കൂൾ കൃത്യമായി കൊടുക്കണം. ദീർഘകാലം സൺഡേ സ്കൂളിൻ്റെ നിയന്ത്രണം അലക്സാണ്ടർ മെത്രാപ്പൊലീത്തയ്ക്കായിരുന്നു. മെത്രാനായിരുന്നപ്പോഴും വലിയ പോലെ ആയിരുന്നപ്പോഴും ആ സൺഡേ സ്കൂളിൽ എന്ത് പഠിപ്പിക്കണമെന്നും എങ്ങനെ പഠിപ്പിക്കണമെന്നും സൺഡേ സ്കൂൾ അധ്യാപകരെ വിളിച്ചിട്ട് വിശദമായി ക്ലാസ് എടുത്തു. തിരുവല്ലയിൽ വെച്ച് അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത നടത്തിയ സൺഡേ സ്കൂൾ അധ്യാപകരുടെ സെഷനിൽ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചോണ്ട് ഞാൻ പ്രസംഗിച്ചു തിരുവല്ലയിൽ. സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഒരു ക്ലാസ്, അതാണ് തിരുമേനി. അപ്പോൾ സൺഡേ സ്കൂൾ ലെവലിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ മക്കൾ വിശ്വാസത്തിൽ വളരുകയില്ല. ആ കുട്ടി സഭയ്ക്ക് ഇതരനായി ചിലപ്പോൾ മാറിപ്പോയേക്കാം. രണ്ടാമത്തേത് യുവജന സംഘമാണ് തിരുമേനി ശ്രദ്ധിച്ചൊരു ഏരിയ. യുവജനങ്ങളെ ഓർഗനൈസ് ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസം സംബന്ധിച്ചുള്ള തർക്കമുണ്ട്. ആ തർക്കം പരിഹരിച്ചു കൊടുക്കാൻ പറ്റണം. ഏതെങ്കിലും ഒരു നിരീശ്വരവാദിയോ ഏതെങ്കിലും ഒരു യുക്തിവാദിയോ ചിലപ്പോൾ ചില പൊട്ട ന്യായം പറഞ്ഞ് ഇവൻ്റെ തലയിലോട്ട് കയറ്റിക്കൊണ്ടാവും.
ബന്ധുക്കോസുകാരാണ് എക്സ്പെർട്ട് അതിനകത്ത്. ഒരു പൊട്ട ന്യായം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് വലിയ അമ്പരപ്പാണ്. അപ്പോൾ തിരുവേണ്ടി എന്തെന്നറിയാമോ, വാളകത്ത് വെച്ചൊരു മീറ്റിംഗ് നടത്തി. മർത്തോമാ സഭയിലെ യുവജനങ്ങളുടെ മീറ്റിംഗാണ്. അപ്പോൾ വാളകത്ത് വലിയ മർത്തോമ പള്ളിയുണ്ട്, നമ്മുടെ കുമ്പക്കാട്ടുകാരുടെയൊക്കെ ഒരു പള്ളിയാണ്. എന്നെ വിളിച്ചുകൊണ്ട് പോയി. തിരുവേനി വന്നിരുന്നു, അവിടെ സ്റ്റേജ് വന്നിരുന്നു. എന്നിട്ട് സംശയങ്ങൾ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരുത്തൻ എഴുന്നേറ്റ് ചോദിച്ചു, സാറ് സ്നാനപ്പെട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ആഴ്ച 7 സ്നാനം ഞാൻ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും, പിന്നെ എന്തിനാണ് ഈ സ്നാനപ്പെടുന്നുള്ള പ്രത്യേകത? അപ്പോൾ ചുണ്ടി ചോദ്യത്തിന് ചുണ്ടി മറുപടി കൊടുക്കണം. അതിനുശേഷം ഇവർ വളരെ ശ്രദ്ധേയമായി ചില ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ഒരു പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, കന്യാസ്ത്രീമതിയം കല്യാണം കഴിക്കാതാണ് ഗർഭിണിയായത്. ഞാൻ കല്യാണം കഴിക്കാതെ ഗർഭിണിയായി വന്നാൽ സാർ എന്നെ സ്വീകരിക്കുമോ? ഉഗ്രം ചോദ്യമാണ്. അച്ഛന്മാർ രണ്ടുപേരും അവിടെ ഇരുന്നങ്ങ് വേർത്ത് പോയി. ഈ ചോദ്യം ഡയറക്റ്റ് ഉത്തരം പറയാൻ പറ്റുമോ? പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞ, കുഞ്ഞേ, ഭർത്താവില്ലാതെയും ഗർഭം ധരിക്കാൻ പറ്റും. അറിയാമോ? പാർത്തിനോജെനസിസ് എന്നൊരു ഗർഭമുണ്ട്, അറിയാമോ? Y ക്രോമസോം മാത്രം വെച്ച് ഗർഭം ധരിക്കാമെന്ന് അറിയാമോ? X ക്രോമസോം മാത്രം വെച്ച് ഗർഭം ധരിക്കാം. കുട്ടി പഠിച്ച ബയോളജിയാണ്. കുട്ടി പഠിച്ച ബയോളജി ഞാൻ മറുപടി പറയാണ്. പാർത്തിനോജെനസിസ് എന്ന് പറഞ്ഞാൽ പുരുഷ ബീജം ഇല്ലാതെ ഗർഭം ഉണ്ടാവാം, അങ്ങനെ ഗർഭം ഉണ്ടാവും. പിന്നെ ഗർഭത്തിൽ വെച്ച് നടക്കുന്ന ഐസോസെലസ് ഫെർട്ടിലൈസേഷൻ ഉണ്ട്, അത് പറഞ്ഞു കൊടുത്തു. ഡിലേഡ് ഫെർട്ടിലൈസേഷൻ പറഞ്ഞു കൊടുത്തു. ബയോളജി എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി, അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ഉണ്ടായത് അങ്ങനെ ആവാം, ഒരു സംശയം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു, കന്യയെ ഗർഭം ധരിച്ചു എന്നുള്ളത് ട്രാൻസ്ലേഷൻ പറ്റി മിസ്റ്റേക്കാണെന്ന് മോക്കറിയാമെന്ന് ചോദിച്ചു. കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഇച്ചിരി കൂടി ലെവലിൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒറിജിനൽ വേദപുസ്തകത്തിൽ കന്യകയെ നല്ല പറഞ്ഞിരിക്കുന്നത് എ യങ് വുമൺ എ യങ് വുമൺ വിൽ കൺസീവ് ആൻഡ് ഗിവ് എ ചൈൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സെപ്തുവിൻ്റെ വേദപുസ്തകം പബ്ലിഷ് ചെയ്തപ്പോൾ അതിനെ പാർത്തിനോസിസ് എന്ന് മാറ്റി പ്രയോഗിച്ചു. അപ്പോഴാണ് ഈ കന്യക ആയത്. ഒറിജിനൽ വേദപുസ്തകത്തിൽ യങ് വുമൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ, കന്യക എന്ന് പറഞ്ഞിട്ടില്ല. ഗ്രീക്കുകാർ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പറ്റിയ കുഴപ്പമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കത്തോലിക്കനാ. അപ്പോൾ ഈ കന്യകാശ്രീ വലയത്തിൻ്റെ വലിയ കോംപ്ലിക്കേഷൻ നിൽക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ കുട്ടിക്ക് അങ്ങനെയാണ് സാറേ, അങ്ങനെയാണ്, ശരി. അപ്പോൾ കുട്ടിക്ക് കാര്യം മനസ്സിലായി. കാരണം കന്യക എന്നല്ല ഒറിജിനൽ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, കന്യാസ്ത്രീ മാതാവ് എന്നല്ല. യങ് വുമൺ എന്ന അർത്ഥം മാത്രമേ ആ വാക്കിനുള്ളൂ. അൽമ എന്ന വാക്കിന് അങ്ങനെ അർത്ഥമുള്ളൂ. കുട്ടിക്ക് മനസ്സിലായി. അടുത്ത ആൾ എഴുന്നേറ്റ് അവൻ പറഞ്ഞു, സാറേ, ആദമിന് ഹവ്വയ്ക്കും 3 ആൺപിള്ളേരുണ്ടായിരുന്നു, കായൻ, ആവേൽ ആൻഡ് സേത്ത്. പെൺപിള്ളേരുണ്ടായിരുന്നു സാറേ? ഇല്ല. പിന്നെ ഇവന്മാരെങ്ങനെ പെണ്ണ് കിട്ടി സാറേ? പ്രേമിക്കാനാണെങ്കിൽ ഒരു പെണ്ണ് വേണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു, മോനെ, ഈ വേദപുസ്തകത്തിൽ മുഴുവൻ ഭാഗം എഴുതിയിട്ടില്ല. ബാറബ്രായ എന്ന ഒരു വലിയ എഴുത്തുകാരനുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ നീ? കേട്ടിട്ടുണ്ട്. ബാറബ്രായ ക്രിസ്ത്യാനിയുടെ ചരിത്രം പറയുന്നുണ്ട്. അതിനകത്ത് ആദാമിന് 11 മക്കളുണ്ടായിരുന്നു. ആദാമിന് 11 മക്കൾ. അതിനകത്ത് പെൺപിള്ളാരും ഉണ്ട്, ആൺപിള്ളാരും ഉണ്ട്. അപ്പോൾ കെട്ടിക്കൂടെ? അപ്പോൾ കെട്ടാം. അങ്ങനൊരു പുസ്തകം ഉണ്ടല്ലേ. അപ്പോഴേ കുട്ടി ചിന്ത പോകുന്ന അപ്പോഴാണ് ഈ പുസ്തകം ഉണ്ടെന്ന് മനസ്സിലായത്. അടുത്തവൻ എഴുന്നേറ്റ്, സാറേ, മോശ ഇസ്രായേലിനെ കൊണ്ട് വന്ന സമയത്ത് പടിഞ്ഞാട്ട് തിരിയാൻ പറഞ്ഞു. ദൈവം മോശ പറ്റിച്ചില്ല സാറേ. കിഴക്കോട്ട് പോയിരുന്നെങ്കിൽ സൗദി അറേബ്യയിലെ എണ്ണ മുഴുവൻ മോശ കിട്ടത്തില്ലായിരുന്നു. ഈ ജെറുസലേമിൽ വന്ന് കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മരുഭൂമിയിൽ? ഞാൻ എൻ്റെ അപ്പൻ ജോലി ചെയ്യുന്നതോ സൗദി അറേബ്യയിൽ അരാംകോ ജോലി ചെയ്യുക. അവൻ്റെ സംശയം, അവൻ്റെ അപ്പൻ ഓയിൽ കമ്പനി ജോലി ചെയ്യാണ്, അവിടെയാണ് അവൻ്റെ സംശയം. ഞാൻ പറഞ്ഞു, പൊന്നു മോനെ, ഈ അറേബ്യയിൽ ഓയിൽ കിട്ടിയിട്ട് എത്ര കൊല്ലം എന്നറിയാമോ? 60 കൊല്ലം. കഴിഞ്ഞ 2000 കൊല്ലന്മാർ എങ്ങനെ കിടന്നറിയാമോ? മരുഭൂമി പൊടിയടിച്ച് ഈന്തപ്പഴയുടെ ചോട്ടി കിടക്കായിരുന്നു. ഇസ്രായേൽ അന്തസ്സായിട്ട് ഇസ്രായേൽ ജീവിച്ച് 2000 കൊല്ലം. മനസ്സിലായത് നിനക്ക്? അതാ സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ യുവാവായ ഒരാളിൻ്റെ തലച്ചോറിൽ ചില വേദോത്സവം സംബന്ധിച്ചുള്ള സംശയം ഉണ്ടാവും. ആ സംശയം അവൻ്റെ വിശ്വാസത്തെ ബാധിക്കാതിരിക്കണമെങ്കിൽ യുവജന സംഘങ്ങളിൽ നമ്മളത് കൃത്യമായിട്ട് പഠിപ്പിച്ചിരിക്കണം. ഇത് വളരെ ശ്രദ്ധേയമായിട്ട് തിരുമേനി ഏറ്റെടുത്തു. തിരുമേനി യുവജന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. കാര്യം ആ പ്രായത്തിൽ വിശ്വാസം ഉറച്ചില്ലെങ്കിൽ പ്രശ്നമാണെന്ന് തിരുമേനി കണ്ടെത്തി. തിരുമേനി അടുത്ത മേഖല ശ്രദ്ധിക്കുന്നത് മിഷൻ ആക്ടിവിറ്റിയാണ്. ഈ മിഷൻ ആക്ടിവിറ്റിക്ക് പോകുമ്പോൾ അന്യമതക്കാരനൊരാൾ വന്ന് നമ്മുടെ ക്ലാസ്സിലിരിക്കുകയാണ്. ആ സമയത്ത് അവന് വളരെ ശ്രദ്ധേയമായി അത് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം നെയ്യാറ്റിൻകരയ്ക്കപ്പുറത്തൊരു മീറ്റിങ്ങിന് തിരുമേനി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സാറിൻ്റെ അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിന്ന് പോലീസ് ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പലാണ് തിരുവനന്തപുരത്ത്. അപ്പം ഞാൻ പോയി. അപ്പം മർത്തമാരിൽ അച്ഛനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹിന്ദുക്കളായ ആൾക്കാർ കുട്ടികളൊന്നിരിക്കുകയാണ്. ക്ലാസ്സിങ്ങനെ എടുത്തുകൊണ്ടിരുന്നു.
അപ്പോൾ ഒരുത്തൻ എഴുന്നേറ്റ് ചോദിച്ചു, സാറേ ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ ഒരു വ്യത്യാസമില്ല, നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്ന് തന്നെയാണ്. നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ സംസ്കൃതി പേര് വിളിക്കും, ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ സുറിയാനി ഭാഷ വിളിക്കും, ഇത്രയുള്ള വ്യത്യാസം. ദൈവം ഒന്നേ ഉള്ളൂ മോനെ, ഒറ്റ ആളെ ഉള്ളെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ വേദോസം വായിച്ചിട്ടുണ്ടോ? ഇല്ല. ആവർത്തന പുസ്തകത്തിൽ യഹോവ ദൈവത്തിൻ്റെ പര്യായങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു പര്യായം എന്താണെന്നറിയാമോ? ഓം. യഹോവ ദൈവത്തിൻ്റെ പര്യായം വേദോസത്തിൽ പറയുന്നുണ്ട്. അതിലൊരു പര്യായം നിങ്ങൾ ഈശ്വരനെ വിളിക്കുന്ന ഓമില്ലേ, അത് ഞങ്ങളുടെ വേദോത്സവത്തിൽ ദൈവത്തിൻ്റെ പര്യായവാദം, യഹോവ ദൈവത്തിൻ്റെ പര്യായവാദമാണ്. അങ്ങനെയുണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെയുണ്ട്, നീ സെൻറ്റൻസ് പിടിച്ചോളാൻ പറഞ്ഞു. സെൻറ്റൻസ് അവന് കൊടുത്തു, അവൻ റെഫർ ചെയ്തു, സംഗതി കറക്റ്റ്. അപ്പോൾ അവന് മനസ്സിലായി അവൻ ഓമെന്ന് വിളിക്കുന്നതും നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനും യഹോവ ദൈവവും ഒന്നാണെന്ന് അവന് മനസ്സിലായി. അപ്പോൾ ഇതവന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ വിശ്വാസം ഇങ്ങോട്ട് വരാൻ അവൻ്റെ മനസ്സ് അനുവദിക്കത്തില്ല. ഹി വിൽ ബി ഷേക്കി. അപ്പോൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്ത വളരെ ശ്രദ്ധേയമായിട്ട് അത് ഓർഗനൈസ് ചെയ്തിരുന്നു. 4ാമത് അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത തിരഞ്ഞെടുത്തൊരു ഏരിയ ഉണ്ട്, ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിരുന്നു. ലാംബർത്ത് കോൺഫറൻസിന്, സഭകളുടെ ലോ കൗൺസിലിൻ്റെ മീറ്റിങ്ങിന് തിരുമേനി പോയി അവിടെ 2500 ബ്രാഞ്ചസ് ഓഫ് സഭകളുണ്ട് ക്രൈസ്തവ സഭയ്ക്ക്. അവരുടെ മുഴുവൻ പ്രതിനിധികളുടെ മുമ്പാകെ തിരുമേനി പ്രസംഗിച്ചു. നിങ്ങളുടെ ഇതിലൊക്കെ പ്രസംഗം ഉണ്ടായിരിക്കും, ലാംബർത്ത് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിലുള്ള പ്രസംഗം. ആ പ്രസംഗം തിരുമേനി പറയുന്നത് ശ്രദ്ധിച്ച് വായിച്ചിട്ടുണ്ടോ? വളരെ ശ്രദ്ധേയമായി സഭകൾ തമ്മിലുള്ള വഴക്ക് മാറ്റി ഒരു യൂണിയനിലേക്ക് പോകുന്ന, പള്ളി ഒന്നാവണമെന്നല്ല പറയുന്നത്, വിശ്വാസത്തിൽ ഒന്നാവാനുള്ള വലിയ കർമ്മ മാർഗം അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്ത അവിടെ പ്രസംഗിച്ചു. 1980 ലാംബർത്ത് കോൺഫറൻസിൽ വളരെ ശ്രദ്ധേയമായി ഈ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോഴാണ് തെറ്റുകളിൽ ഭൂരിപക്ഷം വരുന്നത്. ബൈബിൾ സൊസൈറ്റിയുടെ ഭാഗമായി ബൈബിൾ കൂടുതൽ കോപ്പി പബ്ലിഷ് ചെയ്യുന്നത് മാത്രമല്ല, എന്താണ് ഈ വേദപുസ്തകമെന്ന് സാധാരണ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കാത്ത രീതിയിൽ അങ്ങോട്ട് വ്യാഖ്യാനിച്ച് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് വ്യാഖ്യാനിക്കുമ്പം ശ്രദ്ധിച്ചോണം. ഞാൻ ഇതിൽ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു മീറ്റിങ്ങിന് തിരുവല്ലി പറഞ്ഞിട്ട് ഞാൻ പോയി. അവിടെ ഒരുത്തൻ എഴുന്നേറ്റു, ഏകജാതനായ പുത്രനാണ് യേശുക്രിസ്തു, സാറിന് അറിയാമോ? ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് നീ വിശ്വസിക്കുന്നതല്ലേ? ഞാൻ നീ സ്വർഗസ്ഥനായ പിതാവെ നീ പറയാറുണ്ടോ? അത് യേശുക്രിസ്തുവിൻ്റെ അപ്പനായ പിതാവെ എന്നാണോ നീ പ്രാർത്ഥിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഏകജാതനായ പുത്രനാണെങ്കിൽ നമ്മുടെ അപ്പനല്ലല്ലോ ദൈവം, അപ്പോൾ പിന്നെ സ്വർഗസ്ഥനായ പിതാവെ എങ്ങനെ പറയും? അപ്പം നീ സ്വർഗസ്ഥനായ പിതാവെന്ന് പറയുന്നുണ്ടോ അതോ യേശുക്രിസ്തുവിന് അപ്പനായ പിതാവെ എന്നാണോ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവനിങ്ങനെ ശബ്ദിച്ചിരുന്ന പയ്യൻ. നമ്മൾ ഈ മുട്ട് ചോദ്യം ചോദിക്കുന്നവനോട് ആദ്യം ഒരു മുട്ട് കൊടുക്കണം, കൊടുത്തിട്ട് പിന്നെ അവനെ തിയോളജി പഠിപ്പിക്കണം, എങ്കിലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്ത വലിയ ചില പ്രവർത്തനം ചെയ്തു. അതിലൊന്നാണ് ബൈബിൾ ശുദ്ധ മലയാള ഭാഷയിൽ തർജ്ജമ ചെയ്യാന്നുള്ളത്. ശുദ്ധ മലയാളത്തിലോട്ട് മാറ്റുമ്പോൾ വേദപുസ്തകത്തിലെ പല സംജ്ഞകളും മലയാളത്തിൽ വാക്കില്ല. അപ്പോൾ സാധാരണക്കാരന് വിശ്വാസത്തിൽ തെറ്റില്ലാതെ വേദപുസ്തകം കൊടുക്കാൻ വേണ്ടി ബൈബിൾ സൊസൈറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അലക്സാണ്ടർ വലിയ മെത്രാപ്പൊലീത്ത ശ്രമിച്ചു. ഈ ശ്രമം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എങ്കിലേ വരും കാലങ്ങളിൽ ഫിസിക്സിൻ്റെയോ കെമിസ്ട്രിയുടെയോ ബയോളജിയുടെയോ ബേസിസിൽ വേദപുസ്തകത്തെ ചോദ്യം ചെയ്ത ഒരാൾ വന്നാൽ അവന് സത്യം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ സഭയെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. നമ്മുടെ യുവാക്കൾക്ക് സംശയം വരും, മർത്തമാ സഭയിലെ യുവാക്കൾക്ക് സംശയം വരും. അവൻ കോളേജിൽ പോകും, അപ്പോൾ ഓർത്തഡോക്സാരനോ കത്തോലിക്കനോ ബന്ധുക്കോസാരനോ കുട്ടിയോട് സംസാരിക്കും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സംസാരിക്കും. ആ സംസാരത്തിൽ അവനുണ്ടാകുന്ന സംശയം അവൻ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരിക്കണം. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സൺഡേ സ്കൂൾ ടീച്ചറും എന്നെ ബയോളജി പഠിപ്പിക്കുന്ന ടീച്ചറും ഒരേ ടീച്ചർ. ആ ടീച്ചറെ സൺഡേ സ്കൂളിൽ വന്നിട്ട് പഠിപ്പിക്കും. ആദാവും യഹോവയ്ക്കും മണ്ണ് കുഴച്ച് ജീവശാസ്ത്രം കൊടുത്ത് ജീവൻ കൊടുത്തു. ഇതേ സാറ് ക്ലാസ്സിൽ ഒന്ന് ബയോളജി പഠിപ്പിക്കും. ആ കുരങ്ങൻ ആൾക്കുരങ്ങ് പിന്നെ മനുഷ്യനായി, എവല്യൂഷൻ, പരിണാമം. ഞാൻ ചോദിച്ചു, സാറേ ഒരെണ്ണേ പറയാവൂ, ഒന്നുകിൽ മണ്ണ് കുഴച്ച് മനുഷ്യനുണ്ടാകുന്ന പറയണം, ഇല്ലെങ്കിൽ കുരങ്ങ് മനുഷ്യനായെന്ന് പറയണം. സാറ് ഞായറാഴ്ച എന്നോട് ഒന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് വേറൊന്ന് പറയരുതെന്ന് പറഞ്ഞു. സാറ് വടിയെടുത്തിൻ്റെ പുറത്ത് 4 അടി ചൂരിൽ വെച്ചിട്ട് അത് പോട്ടെ, എൻ്റെ അപ്പനോട് പോയി പറഞ്ഞു കൊടുത്തു, സാറിൻ്റെ മോനില്ലേ അവൻ വലിയ സത്യ നിഷേധിയായിട്ട് വരുവാ, ഇന്ന് ക്ലാസ്സിൽ വെച്ച് അവൻ എന്നോട് ചോദ്യം ചോദിച്ചു, അടിയെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ ഫാദർ വേദോത്സവം പഠിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് അദ്ദേഹം വീട്ടിൽ വന്നു.
അടിയെല്ലാം കിട്ടിയെന്ന് വെച്ചാൽ അടി കിട്ടിയെന്ന് പറഞ്ഞു. എന്തോ ചോദ്യം? ഞാൻ പറഞ്ഞു ഇതാ ചോദ്യം. അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ വളരെ പ്രസിദ്ധനായ തെയ്ൽഹാദ് ഷാർദിൻ എന്ന് പറയുന്ന ഫ്രഞ്ച് ഫിലോസഫർ, ക്രിസ്ത്യൻ ഫിലോസഫറാണ്. തെയ്ൽഹാദ് ഷാർദിൻ പരിണാമ സിദ്ധാന്തത്തെയും വേദപുസ്തകത്തിലെ ക്രിയേഷൻ സ്റ്റോറിയും കമ്പയർ ചെയ്തിട്ടൊരു പഠനമാണ്. എൻ്റെ ഫാദർ എനിക്കത് പറഞ്ഞു തന്നു. വേദപുസ്തകത്തിൽ പറയുന്ന ഒരു ദിവസം 24 മണിക്കൂറുള്ള ദിവസമല്ല. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറുള്ള ദിവസമല്ല, യുഗങ്ങളാണ്, ഏജസ് ആണ്. അതിലെങ്ങനെയാണ് മനുഷ്യൻ രൂപാന്തരപ്പെടുന്നത് എന്ന് കൃത്യമായി എനിക്ക് പറഞ്ഞു തന്നു. തെയ്ൽഹാദ് ഷാർദിൻ്റെ തിയറി വെച്ചിട്ട് എനിക്ക് അച്ഛനത് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അന്ന് മുതൽ വേദപുസ്തക വിരോധിയായ ഒരു കുട്ടിയായി മാറിയനായിരുന്നു. അപ്പോൾ എല്ലാ വീട്ടിലും അപ്പനും തെയ്ൽഹാദ് ഷാർദി വായിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ ബൈബിൾ സൊസൈറ്റിയിൽ, നമ്മുടെ സൺഡേ സ്കൂളിൽ, നമ്മുടെ യുവജന സംഘത്തിൽ നമ്മുടെ അച്ഛന്മാരോ നമ്മുടെ എൽഡർ ലേമനോ പോയിട്ട് കുട്ടികളുടെ മനസ്സിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്താൽ സംശയം മാറ്റിക്കണം. സംശയം മാറ്റിയില്ലെങ്കിൽ ആ കുട്ടിയുടെ വിശ്വാസം ഒലയും, വേദപുസ്തകം കുട്ടി വായിക്കാതാവും, സഭയ്ക്ക് ഇതരനായ ഒരു കുട്ടിയായിട്ട് അവൻ മാറും. അതുകൊണ്ട് അലക്സാണ്ടർ വല്യപത്ര പോലത്തെ കാണിച്ചു തന്ന വലിയ മാർഗമാണ്. 21-ാം നൂറ്റാണ്ടിൽ സഭ നിൽക്കണമെങ്കിൽ, യുവാക്കന്മാരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമെങ്കിൽ, സൺഡേ സ്കൂളിൽ വിദ്യാർത്ഥികളെ ഉറപ്പിക്കണമെങ്കിൽ നമ്മളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഞാൻ SLC പരീക്ഷ എഴുതാൻ പോവാണ്. തലേ ദിവസം ഞായറാഴ്ച ഞാൻ സൺഡേ സ്കൂളിൽ പോകണ്ട എന്നൊരു സ്റ്റാൻഡ് എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് എൻ്റെ ഫാദർ എന്നോട് ചോദിച്ചു, നീ സൺഡേ സ്കൂളിൽ പോകുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നാളെ SLC പരീക്ഷ. എൻ്റെ ഫാദർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ കേട്ടോ. അതെനിക്കറിയാടാ നാളെ SLC പരീക്ഷയാണെന്ന്. നീ സൺഡേ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ബാക്കി കിട്ടുന്ന മാർക്ക് വന്ന് എനിക്ക് SLCക്ക് നീ സൺഡേ സ്കൂളിൽ പോകാൻ പറഞ്ഞു. എന്നെ സൺഡേ സ്കൂൾ പറഞ്ഞു വിട്ടു. എൻ്റെ കൂടെ SLC പരീക്ഷ എഴുതുന്ന ഒറ്റ കുട്ടിയൊന്നും സൺഡേ സ്കൂളിൽ വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ സൺഡേ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഞാൻ വാങ്ങിച്ച മാർക്കിൻ്റെ അത്ര ഈ സൺഡേ സ്കൂളിൽ വരാതിരുന്ന് വീട്ടിൽ പഠിച്ച ഒരുത്തരും കിട്ടിയില്ല ഞങ്ങളുടെ നാട്ടിൽ മാർക്ക്. അത് വേറെ കാര്യം. അപ്പോൾ സൺഡേ സ്കൂള് വളരെ പ്രാധാന്യം വിശ്വസിച്ച ഒരു അച്ഛൻ എനിക്കുള്ളത് കൊണ്ടാണ് എനിക്ക് ക്രൈസ്തവ സഭ എന്താണെന്നും ക്രിസ്ത്യൻ ഫിലോസഫി എന്താണെന്നും മനസ്സിലായത്. അപ്പോൾ അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത കാണിച്ചെന്ന വലിയ മാർഗമുണ്ട്. ബൈബിൾ സൊസൈറ്റി ആണെങ്കിലും സൺഡേ സ്കൂളാണെങ്കിലും യുവജന പ്രസ്ഥാനമാണെങ്കിലും ചെറുപ്പത്തിൽ ക്യാച്ച് ദം യങ്. അവന് വേദോത്സവം പറഞ്ഞു കൊടുക്കണം, അവന് വിശ്വാസം പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ പള്ളിയിൽ വരാത്ത, വിശ്വാസമില്ലാത്ത ഒരു തലമുറ നമുക്കുണ്ടാവും. നമ്മുടെ സഭയ്ക്ക് അത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി 5-മതൊരു കാര്യമുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ച കാലത്ത് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പോയി നെഹ്റു കുടുംബമൊക്കെ ഭരിക്കുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നെഹ്റു കുടുംബത്തിൻ്റെ മരുമോളായിട്ടൊരു ക്രിസ്ത്യാനി വന്നു. രാജീവ് ഗാന്ധിയുടെ ഭാര്യയായിട്ടൊരു ക്രിസ്ത്യാനി പ്രധാനമന്ത്രി വീടിനകത്ത് കയറി. പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. 2023-ൽ RLC റിപ്പോർട്ട് അനുസരിച്ച് 600 ആക്രമണം ഉണ്ടായ ക്രിസ്ത്യാനിക്കെതിരെ. 600 എണ്ണം. 2024 റിപ്പോർട്ട് കഴിഞ്ഞ മാസം ഇറങ്ങി. 874 ആക്രമണം ഉണ്ടായി. 135 ക്രിസ്ത്യൻ പള്ളികൾ തകർത്തു. 60ഓളം ബന്ധുക്കോസ് പാസ്റ്റർമാരെയും ഭാര്യമാരെയും നഗ്നരാക്കി റോഡിൽ കൂടെ നടത്തി. മണിപ്പൂരിൽ മാത്രം 82 ക്രിസ്ത്യൻ പള്ളി തകർത്തു. 252 ക്രിസ്ത്യാനി കൊല്ലപ്പെട്ടു. കന്ധമാലിൽ 100ഓളം പള്ളികൾ തകർത്തു. കന്യാസ്ത്രീ ബലാത്സംഗം ചെയ്തു. 400ഓളം ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ടു. ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന സ്റ്റെയിൻസിനെയും 2 മക്കളെയും ചുട്ടരിച്ചു. ചുട്ടരിച്ചവൻ ഇന്ന് MP ആണ്, കേന്ദ്രത്തിൽ മന്ത്രിയാണ് അവൻ. ഈ ആക്രമണം 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഒരു ഫേസാണ്. എത്ര കാലം ഉണ്ടെന്നും പറയാനൊക്കത്തില്ല. പക്ഷേ പ്രധാനമന്ത്രി അമേരിക്കയിലോട് പോകുന്ന നേരം ബുഷും നമ്മുടെ ട്രംപ് പറഞ്ഞു ആ മണിപ്പൂർ മുഖ്യമന്ത്രി രാജിവെച്ചിട്ട് വന്നാൽ മതിയെന്ന്. അതുകൊണ്ട് അമേരിക്കയിൽ പോകുന്നതിന് തലേ ദിവസം മണിപ്പൂരിലെ വീരേന്ദ്ര സിംഗിനെ വിളിച്ചു വരുത്തി രാജിവെപ്പിച്ചു. അത് ട്രംപിന് ചിലപ്പോൾ നല്ലതുകൊണ്ട് ചിലപ്പോൾ വട്ടമുള്ളതുകൊണ്ടാണ് പറ്റിച്ചാണ് ട്രംപ്. പക്ഷേ എപ്പോഴും ഇത് പറ്റുമോ? പറ്റിയല്ല. അപ്പം നമുക്ക് പ്രതിസന്ധി ഉണ്ടാവുകയാണ്. നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ പള്ളികൾ ആക്രമിക്കപ്പെടുകയാണ്, നമ്മുടെ പാസ്റ്റർമാർ ആക്രമിക്കപ്പെടുകയാണ്, നമ്മുടെ അച്ഛന്മാർ ആക്രമിക്കപ്പെടുകയാണ്. പാറ്റ്നയിൽ നമ്മളൊരു ക്രിസ്ത്യൻ സ്കൂൾ നടത്തിയിരുന്നു. അവിടുത്തെ പ്രിൻസിപ്പൽ അച്ഛനെ നഗ്നനാക്കി അടിച്ചു അവിടുത്തെ പിള്ളേർ, RSകാർ. ഇത് അലക്സാണ്ടർ മെത്രാപ്പൊലീത്ത കാലത്ത് നേരിടാത്തൊരു പ്രശ്നം 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ നേരിടുകയാണ്. അപ്പോൾ ആ നേരിടുമ്പോൾ വളരെ കൃത്യമായി നമ്മൾ അതിന് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തിയിരിക്കണം. ആദ്യം അവർ ചെയ്യുന്നത് നമ്മുടെ വസ്തുവകൾക്ക് ആധാരമില്ല എന്ന് തെളിയിക്കുകയാണ്. മുസ്ലിംക്കെതിരെ വഖഫ് പ്രയോഗിച്ചിരിക്കുകയാണ്. വഖഫിനകത്ത്
പല ആധാരമില്ലാത്ത വസ്തു പിടിച്ചെടുക്കാൻ ശ്രമിക്കും. നാളെ ക്രിസ്ത്യൻ പള്ളിക്കെതിരെ ഇത് വരും. അപ്പോൾ നമ്മുടെ ചർച്ച് പ്രോപ്പർട്ടി, പള്ളിയുടെ പ്രോപ്പർട്ടി ആകാം, സ്കൂളിൻ്റെ പ്രോപ്പർട്ടികൾ ഏതായാലും കൊള്ളാം, ആധാരം സംശാദിതമായി നമ്മുടേതാണെന്ന് പ്രൂവ് ചെയ്തിരിക്കണം. പ്രൂവ് ചെയ്യാത്ത ഏതെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ അതിന് പിടിവീഴും. മനസ്സിലാക്കണം നമ്മുടെ പ്രോപ്പർട്ടി രക്ഷിക്കാനായിട്ട്. 2, നമ്മുടെ രജിസ്ട്രേഷൻ ഓരോന്നും വളരെ കൃത്യമായി രജിസ്റ്റർ ചെയ്ത് നമ്മൾ സേഫാക്കി വെച്ചേക്കണം. 2, നമ്മൾ നടത്തുന്ന സ്ഥാപനങ്ങൾ അതിനെതിരെ കള്ള ആരോപണം ഉണ്ടാവും. കള്ള ആരോപണം ഉണ്ടായിരിക്കാൻ സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും കൊള്ളാം, നമ്മൾ നടത്തുന്ന ആശുപത്രിയിലെ ഡോക്ടർ ആയാലും കൊള്ളാം, പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്കൂളിനെതിരെ, നമ്മുടെ ആശുപത്രിക്കെതിരെ ആക്രമണം ഉണ്ടാവും. അപ്പോൾ RLC റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മൾ 21 നൂറ്റാണ്ടിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കേണ്ട പ്രിക്കോഷൻസ് ഉണ്ട്. കൂടുതൽ പ്രസംഗിച്ചാൽ ഞാൻ കുഴപ്പത്തില്ല, അതൊന്നും അങ്ങോട്ട് കയറുന്നില്ല. അപ്പോൾ ഈ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കിയിരിക്കണം, ബുദ്ധിപരമായി നമ്മൾ ഉറപ്പാക്കിയിരിക്കണം. ഇപ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികൾ മലമ്പ്രദേശത്തോട് കുടിയേറി അവിടെ വേറെ കുറ്റിക്കാട്ട് കിടന്ന ഭൂമി വലിയ എസ്റ്റേറ്റുകളാക്കി, റബ്ബർ എസ്റ്റേറ്റും കാർഡം എസ്റ്റേറ്റും ഒക്കെ ആക്കി. ഇപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന മുഴുവൻ ഈ ക്രിസ്ത്യാനികൾ കുടിയേറിയതുകൊണ്ടാണ് എന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇപ്പോൾ അതിരിക്കുന്നു തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങൾ വായിച്ചത് ഗാഡ്ഗിൽ റിപ്പോർട്ട്? ഇവിടെ എത്ര കാലം വെള്ളപ്പൊക്കം ഉണ്ടായി? ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി കൊടുങ്ങല്ലൂർ പട്ടണം മുഴുവൻ കടലിൽ പോയി. കൊച്ചി വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് കൊച്ചി തുറമുഖം മുഴുവൻ കടലിൽ പോയി. 200 കൊല്ലം കൊച്ചി തുറമുഖം ഇല്ലാതായി. ഇവിടെ എത്ര വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്? നന്നാൻ്റെ കാലത്ത്, രാജാവിൻ്റെ കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ? 2000 കൊല്ലമായിട്ട് മഴ കൂടുതൽ പെയ്യുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും. അത് ഈ കുടിയേറി പറഞ്ഞ ക്രിസ്ത്യാനിയുടെ കുറ്റമാവുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെയാണ് ആരോപണം വരുന്നത്. നമ്മുടെ കുടിയേറ്റക്കാരായ നമ്മുടെ വസ്തു അടിച്ചെടുക്കാൻ വേണ്ടി ആരോപണം ഉണ്ടാവും. അപ്പോൾ ഇതിന് നമ്മൾ തയ്യാറായിരിക്കണം. 21 നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭ നിലനിൽക്കണമെങ്കിൽ ഇത് നമ്മൾ തയ്യാറാകേണ്ട വിഷയമാണ്. അപ്പോൾ സഭ ഇന്ന് നാളെ 20 നൂറ്റാണ്ടിൽ അലക്സാണ്ടർ വലിയ മെത്രാപ്പോലീത്ത നമ്മളെ ഭംഗിയായി നയിച്ചു. 21 നൂറ്റാണ്ടിൽ നമ്മൾ ഈ നൂറ്റാണ്ടിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പ് എടുത്തില്ലെങ്കിൽ സഭാവിശ്വാസികളുടെ എണ്ണം കുറയും. നമ്മുടെ സ്ഥാപനങ്ങൾ, പള്ളികൾ ഒരു അടച്ചിടും. കല്യാണം കഴിക്കാതെ മക്കളില്ലാതെ നമ്മുടെ കുട്ടികൾ നടന്നാൽ ഇടവകയിലെ അംഗസംഖ്യയും കുറയുകയാണ്. കുമ്പനാടിനെ പോലെ ഗോസ്റ്റ് വില്ലേജായി നമ്മുടെ ഗ്രാമങ്ങൾ മാറും, പള്ളികൾ മാറും. അതുണ്ടാവരുത്. അതുകൊണ്ട് 21 നൂറ്റാണ്ടിലേക്ക് അന്യമതക്കാരെ സാറ്റിസ്ഫൈ ചെയ്യാനും നമുക്കെതിരെ സഭയുടെ അകത്തുള്ള ക്രൈസ്ത്യാനികളായ ആളുകൾ നമ്മുടെ സഭ എതിർക്കാൻ വരും. അവനെ നേരിടണമെങ്കിൽ കൃത്യമായ ആർഗ്യുമെന്റ് കൊടുത്തവരെ തോൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണം. കുട്ടികളിൽ വിശ്വാസം വളർത്തിയിരിക്കണം. സഭാ കാര്യങ്ങളിലും സൺഡേ സ്കൂളിലും കുട്ടികളെ ചെറുപ്പത്തിലെ വിട്ട് അവർ വിശ്വാസമുള്ളവരൊക്കെ വളർത്തണം. അവർ യൂത്ത് ആവുമ്പോൾ അവരെ കുഴപ്പം പിടിച്ച കള്ളിലും കഞ്ചാവിലും പോയി വീഴരുത്. പേരുദോഷം ഉണ്ടാക്കുന്ന കുട്ടികളായി മാറരുത്. ഇത് വളരെ ശാസ്ത്രീയമായി ഇടവക തലത്തിൽ, സഭാതലത്തിൽ നമ്മൾ പ്രവർത്തിച്ചെങ്കിലേ 21 നൂറ്റാണ്ടിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. എനിക്ക് അനുവദിച്ച 45 മിനിറ്റ് ആവുന്ന ഞാൻ നിർത്തുകയാണ്. അപ്പോൾ 21 നൂറ്റാണ്ടിലെ സഭ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അലക്സാണ്ടർ വലിയ മെത്രാപ്പോലീത്ത 20 നൂറ്റാണ്ടിൽ ചെയ്ത പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് 21 നൂറ്റാണ്ടിൽ നമ്മൾ പാഠങ്ങൾ തയ്യാറാക്കണം. എങ്കിലേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആ വലിയ രീതിയിൽ 21 നൂറ്റാണ്ടിൽ സഭയെ നയിക്കാൻ നമ്മുടെ മെത്രാന്മാർക്കും നമ്മുടെ അച്ഛന്മാർക്കും ഇടവകയിൽ അംഗങ്ങളിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം.